الحمدلله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فإنه يأمركم بالفحشاء والمنكر صدق الله مولانا العظيم قال النبي صلى الله عليه وسلم إنكم سترون ربكم كما ترون القمر ليلة البدر قال نبينا وحبيبنا رسول الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلم أمة محمد صلى الله عليه وسلم അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിന്റെ വഴിധാരകൾ, നമുക്ക് താങ്ങും തണലുമായി നിന്ന നമ്മുടെ ഉസ്താദന്മാർ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ചുറപ്പ് അവന്റെ കരുണ കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ യാത്രയാകാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂടുവാനും കുറച്ചു നല്ല കാര്യങ്ങൾ പറയുവാനുമുള്ള ഒരു അവസരം അല്ലാഹു നൽകിയിരിക്കുകയാണ്. അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.
അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമ്മളെ എല്ലാവരെയും മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫ് സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല. കാരണം സമയം ഏകദേശം 9 മണിയാകാറായി. നല്ലതുപോലെ താമസിച്ചു. അതുമാത്രമല്ല, നമുക്ക് ഒരുപാട് നേരം ഇന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കാനും സമയമില്ല. നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ സിയാറത്ത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ മഹത്തുക്കളുടെ അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ ഖബറിടങ്ങൾ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തപ്പോൾ പതിവില്ലാതെ നല്ല ചൂടുണ്ടല്ലോ, ഫാനില്ലാത്തത്. നിങ്ങൾ ഇങ്ങോട്ട് നീങ്ങിയിരുന്നേപ്പാ, ഇങ്ങോട്ടൊന്നും മുഖം കാണുന്നില്ല. ഇങ്ങോട്ട് ഇരുന്നാൽ മതി, നിങ്ങളുടെ മുഖം കണ്ടാൽ മതി എനിക്ക്. ഈ ഫാൻ കറങ്ങൂല, ഫാൻ ഇടും. സഹോദരങ്ങളൊന്നും വന്നില്ലേ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മഹാനായ ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹു തൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഷഖീഖുൽ ബൽഖി, ഈ രണ്ട് മഹത്തുക്കളുടെ, ഈ ശിഷ്യൻ്റെയും ഈ ഗുരുവിൻ്റെയും ചരിത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 33 വർഷക്കാലം തൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ്റെ കീഴിൽ ഒരു ശിഷ്യന് പഠിക്കുകയും ആ 33 വർഷക്കാലം കൊണ്ട് പഠിച്ചെടുത്ത 8 അറിവുകളാണ് ഗുരുനാഥനോട് ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ 6 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ, ഒരാളുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഈ പറഞ്ഞ 6 കാര്യങ്ങൾ മതി. ഈ പറഞ്ഞ 6 കാര്യങ്ങളിൽ ഓരോന്നെടുത്ത് വായിച്ചു നോക്കിയാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുവാൻ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ ഈ പറയുന്ന 8 ഉപദേശം കൊണ്ട് കഴിയുമെന്ന് ഈ 8 കാര്യങ്ങൾ പറഞ്ഞതിലൂടെ, ഈ പറഞ്ഞ 6 കാര്യങ്ങൾ പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഇൻഷാ അല്ലാഹ് ഒരുപാട് ആഴ്ചകളായി നമ്മൾ തുടങ്ങിയിട്ട് ഇന്നത്തോടുകൂടി വിഷയം നമുക്ക് അവസാനിപ്പിക്കണം. ഈ പറയുന്ന 8 കാര്യങ്ങൾ അത് അൽഹംദുലില്ലാഹ് ഇന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിച്ച് ഒരുപാട് ഖത്തം ഓതി വെച്ചിട്ടുണ്ട്, ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ ദുആ ഇന്ന് സദസ്സിൽ വെച്ച് ചെയ്തിട്ട് വേണം നമുക്കിന്ന് പിരിയാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഷഖീഖുൽ ബൽഖി എന്ന് പറയുന്ന ഗുരുനാഥനോട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നു തൻ്റെ ജീവിതത്തിൽ അവിടെ നിന്ന് പഠിച്ച 7ാമത്തെ നല്ല കാര്യം എന്താ? മഹാനവറുകൾ പറയുന്നു, ജനങ്ങൾക്കും മറ്റുള്ളവരോടും മനുഷ്യർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത പുലർത്തുന്നവരുണ്ട്, ആക്രമിക്കുന്നവരുണ്ട്, കൊല ചെയ്യുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മനുഷ്യന്റെ ജീവന് വിലയില്ലാത്ത കാലഘട്ടങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മനുഷ്യന് നിസ്സാരമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിം തന്നെ പരസ്പരം കൊല്ലുന്ന കാലഘട്ടം. എന്തിനാണ്? ഒരു കാലഘട്ടം വരും, അന്നത്തെ കാലഘട്ടത്തിൽ കൊല്ലുന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് കൊല്ലുന്നതെന്ന്, കൊല്ലപ്പെട്ടവനും അറിയില്ല ഞാൻ എന്തിനാണ് കൊല്ലപ്പെട്ടതെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം അത് രാഷ്ട്രീയ കൊലപാതകം എന്നൊക്കെ പറഞ്ഞു വളരെ നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരു കാലഘട്ടം. ഒരു കൊലജിന് പണ്ടൊക്കെ ഒരു കൊലയെന്ന് പറഞ്ഞാൽ വല്ലാത്ത അത്ഭുതമായിരുന്നു. ഇന്ന് അതൊക്കെ വളരെ നിസ്സാരമായി പോയി. പത്രത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ വാർത്ത കഴിഞ്ഞു, അതേ ഉള്ളൂ, ചർച്ച ചെയ്യപ്പെടുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ തന്നെ എല്ലാ കുടുംബ വഴക്കുകൾ, 1 പറഞ്ഞ് 2 പറഞ്ഞിട്ട് പിന്നെ കൊല. വാപ്പായ മകൻ കൊല്ലുന്നു, മകനെ വാപ്പ കൊല്ലുന്നു, ഉമ്മയെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, കൂടപ്പുറപ്പുകൾ പരസ്പരം തമ്മിലടിച്ചു കൊല്ലുന്നു. ഇങ്ങനെ ഒരുപാട് കൊലകൾ വല്ലാതെ വർദ്ധിക്കുന്നു, ശത്രുതകൾ വല്ലാതെ വർദ്ധിക്കുന്നു. മനുഷ്യരും പരസ്പരം വല്ലാത്ത ശത്രുത പുലർത്തുന്നവരുണ്ട്. അതുകൊണ്ടാണ് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് പറഞ്ഞ ഒരു വലിയ ഉപദേശമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്നേഹിച്ചാൽ ഒരാളെ അധികമായിട്ട് സ്നേഹിക്കാനും പാടില്ല, വെറുത്തു കഴിഞ്ഞാൽ ഒരാളെ അമിതമായി വെറുക്കാനും പാടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ട ഒരു കാര്യം, സ്നേഹിക്കുകയാണെങ്കിൽ ഒരാളെ അമിതമായി സ്നേഹിക്കാനും പാടില്ല, വെറുക്കുകയാണെങ്കിൽ ഒരാൾ അമിതമായിട്ടും വെറുക്കാനും പാടില്ല. നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നത്?
ഒരാളെ അമിതമായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ രണ്ട് കൂട്ടുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സ്നേഹമാണ്. എൻ്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു കൊടുക്കും. നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഞാനും അവനും തമ്മിൽ ഒരു രഹസ്യവും മറച്ചു വെച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും അവനറിയാം, അവൻ്റെ സർവ്വകാര്യങ്ങളും എനിക്കറിയാം. അങ്ങനെ നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്തു. അങ്ങനെയുള്ള രണ്ട് കൂട്ടുകാർ എന്തെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ പിണങ്ങിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ ഇവർ രണ്ടുപേരും പരസ്പരം പിണങ്ങിക്കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവന്റെ ഏറ്റവും വലിയ ശത്രു അവനായിരിക്കും. കാരണം ഇവന്റെ എല്ലാ രഹസ്യങ്ങളും അവനറിയാം. പിന്നെ അവൻ പരസ്യമാക്കുകയാണ്, വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയാ. ഈ മനുഷ്യനെ നശിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ, നാണം കെടുത്താൻ പറ്റുന്ന രീതിയിൽ അവന്റെ എല്ലാ കാര്യങ്ങളും പരസ്യമാക്കിയിട്ട് അവനെ ഇല്ലാതാക്കി കളയുന്നു. അതുകൊണ്ടായിരിക്കാം മുത്തുനബി പറഞ്ഞത്, സ്നേഹിച്ചാൽ അമിതമായി സ്നേഹിക്കാനും പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ശരിയല്ലേ? സ്നേഹിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഷാജിക്കാടുത്ത് എല്ലാ രഹസ്യങ്ങളും എൻ്റെ വലുതും ചെറുതും എല്ലാമായിട്ട് പറഞ്ഞു കൊടുത്തു. നാളെ ഞങ്ങൾ തമ്മിലൊന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മാറി എന്ന് പറയുന്നൊരു സ്വഭാവം. കാരണം അത് ശത്രുത കൂടുകയാണ്. ഇതുപോലെ തന്നെയാണ് ഒരു മനുഷ്യന് വെറുത്തു കഴിഞ്ഞാൽ അമിതമായിട്ട് വെറുക്കാനും പാടില്ല. ചില ആൾക്കാർ ഒരാളോട് പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവനെ കാണുമ്പോൾ കാർക്കിച്ച് തുപ്പും, അവൻ്റെ മുഖത്ത് നോക്കാറില്ല, എന്തെല്ലാം പറയും. മരിച്ചാൽ പോലും കയറരുത്, കാണരുത്, അവൻ മരിച്ചാൽ എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറയുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വല്ല റോഡിലെങ്ങാണ് ഒന്ന് വണ്ടി ഇടിച്ച് വീണാൽ, ഒന്ന് തളർന്നു വീണാൽ ചിലപ്പോൾ ആരും കാണില്ല, ചിലപ്പോൾ ഇവനായിരിക്കും നമ്മുടെ കയ്യിൽ പിടിക്കാൻ കാണുക. പെട്ടെന്ന് റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒന്ന് വണ്ടി ഇടിച്ച് വീണു, അല്ലെങ്കിൽ ഒന്ന് തളർന്നു വീണു, ആരുമില്ല. ചിലപ്പോൾ നീ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവനായിരിക്കാം നിന്റെ കയ്യിൽ പിടിച്ചൊന്ന് സഹായിക്കുന്നത്. പക്ഷേ അന്നവൻ നിന്നെ സഹായിക്കുമ്പോൾ നീ പറഞ്ഞു പോയത് ഓർത്തിട്ട് നിനക്ക് ഖേദിക്കേണ്ടി വരുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരാളെ അമിതമായി സ്നേഹിക്കാനും പാടില്ല, ഒരാളെ അമിതമായി വെറുക്കാനും പാടില്ല, ഒരു മയമായ രീതിയിൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ശത്രുതയും അതുപോലെ തന്നെ കൊലയും കൊലപാതകവും ഇതെല്ലാം വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. മഹാനായ ഹാത്തിമുൽ അസ്സം തങ്ങൾ പറയുന്നു, ഞാൻ ജനങ്ങളിലേക്ക് നോക്കുമ്പോൾ ജനങ്ങൾ പരസ്പരം ശത്രുത വെക്കുകയാണ്. അവർ വല്ലാത്ത വൈരാഗ്യങ്ങൾ വെക്കുന്നു, കൊലപാതകങ്ങൾ നടത്തുന്നു, ആക്രമിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ കാണാനിടയായി. അപ്പോഴാണ് മഹാനായ ഹാത്തിമുൽ അസ്സം തങ്ങൾ പറയുന്നത്, ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് കാണുകയാ. ജനങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയും അക്രമവും കൊലപാതകവും അതെല്ലാം ഇങ്ങനെ ജനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ കാണുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏത് ആയത്താണ്? ഇന്ന ശൈത്വാന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവാ. അവിടെന്ന് പറഞ്ഞു തരുന്നു, ഞാൻ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് കാണുകയാണ്. ആ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാരാണെന്ന് അല്ലാഹു പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങൾ എടുത്തു നോക്കൂ. അതിനകത്ത് അല്ലാഹു അതാ ശത്രുവെന്ന് പറഞ്ഞു തന്ന ഒരാളുണ്ട്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാരാണ്? ഇന്ന ശൈത്താന ലക്കും അദുവൻ ഫത്തഖിദൂഹു അദുവാ ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂന മിൻ അസ്ഹാബി സഈർ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, തീർച്ചയായും പിശാച് നിങ്ങളുടെ ശത്രുവാകുന്നു. അതിനാൽ അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണേ. അവന്റെ കൂടെ നിങ്ങൾ പിൻപറ്റി നടക്കരുത്. അവസാനം അവൻ നിന്നെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാരാണെന്ന് അല്ലാഹു ഖുർആനിൽ തന്നെ പറഞ്ഞിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അവനാണ് യഥാർത്ഥ ശത്രു. ഇത് പറഞ്ഞത് പടച്ച റബ്ബ് തന്നെയാണ്. അല്ലാഹുവാണ് ഖുർആനിലൂടെ പറയുന്നത്, മനുഷ്യ, നിന്റെ ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാണ്. നിന്റെ
ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാണ്. ആ ഇബ്ലീസിനെയാണ് നീ ശത്രുവായിട്ട് കാണേണ്ടത്. അവനെ നിങ്ങൾ മിത്രമാക്കല്ലേ. അവൻ നിങ്ങളെ പിഴപ്പിക്കുന്നവനാണ്, അവൻ നിങ്ങളെ നശിപ്പിക്കുന്നവനാണ്, അവൻ നിങ്ങളുടെ ജീവിതം തകർക്കുന്നവനാണ്, അവൻ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്നവനാണ്. അവൻ അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകത്തിലേക്ക് നിന്നെ എത്തിക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിക്കല്ലേ. അവനോട് നിങ്ങൾ യുദ്ധം ചെയ്യണേ, അവനോട് നിങ്ങൾ പോരാടണേ, അവന് നിങ്ങൾ എതിര് പ്രവർത്തിക്കണേ. അവനാണ് യഥാർത്ഥമായ ശത്രുവെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു അവന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അവൻ നമ്മുടെ ശത്രുക്കളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വമൻ യത്തബിഉ ഖുതുവാതി ശൈത്താനി ഫഇന്നഹു യഅ്മുറുകും ബിൽ ഫഹ്ശാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, പിശാചിന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിൻപറ്റരുത്. വല്ലവനും പിശാചിന്റെ കാൽപ്പാടുകൾ പിൻപറ്റുന്ന പക്ഷം തീർച്ചയായും അവൻ പിശാച് കൽപ്പിക്കുന്നത് നീചവൃത്തികളിലേക്കാണ്, മോശമായ കാര്യങ്ങളിലേക്ക്, പാപങ്ങളിലേക്കാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ അനുസരിക്കരുത്, നിങ്ങൾ അവനെ ശത്രുവായിട്ട് കാണണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, മഹാനായ സഖീഖുൽ ബൽഖി എന്ന് പറയുന്ന ഗുരുനാഥനോട് അതാ ഖാതിമുൽ അസം എന്ന് പറയുന്ന ശിഷ്യനുണ്ടല്ലോ, അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദേ, അങ്ങയിൽ നിന്ന് 33 വർഷക്കാലം അങ്ങയുടെ ശിഷ്യനായി കഴിയുമ്പോ ഞാൻ പഠിച്ച ഇൽമെന്തെന്നറിയുമോ? ഞാൻ പഠിച്ച അറിവെന്തെന്നറിയുമോ? 7ാമത്തെ അറിവ്, ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാണ്. വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹു പറയുന്നു നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാണെന്ന്. അല്ലാഹു അവനെ മനസ്സിലാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു അവനെ മനസ്സിലാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഖുർആനിലൂടെ അല്ലാഹു വ്യക്തമായിട്ട് പറയുന്നു ഇബ്ലീസാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവെന്ന്. അല്ലാഹു അവനോട് യുദ്ധം ചെയ്യാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം അവൻ ഏറ്റവും വലിയ ശത്രുവാണെന്ന്. ഇബ്ലീസ് നമ്മുടെ ശത്രുവാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയാം അവൻ നമ്മുടെ ശത്രുവാണെന്ന്. ആ ഇബ്ലീസിനെ കുറിച്ച് പഠിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് ഇബ്ലീസ് ആരാണെന്ന്. ആ ഇബ്ലീസിനെ കുറിച്ച് പഠിക്കണം അവനെ കുറിച്ച്. എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ ആയിപ്പോയത് എന്ന് നമുക്ക് പഠിക്കാൻ കഴിയണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു اللهم صل على محمد. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആ ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന് പടച്ചവൻ എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇബ്ലീസ് ആരാണ്? എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്? അവൻ നമ്മുടെ ശത്രുവാണെന്ന് അല്ലാഹു പറയാനുള്ള കാരണമെന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവന്റെ പേര് കേൾക്കുമ്പോൾ അങ്ങനെ പറയണമെന്ന് പറയാനുള്ള കാരണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുകയും ആ ആദം നബിയെ സൃഷ്ടിച്ചതിന് ശേഷം മലക്കുകളെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ആദം നബിയുടെ മുന്നിൽ ആദമിന് എല്ലാ ഇൽമുകളും പറഞ്ഞു കൊടുത്തു. എല്ലാ അറിവുകളും ആദം നബി അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ. ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പഠിക്കണം. ശൈത്താൻ അവൻ ഇന്ന് വരെ നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തേ ഉസ്താദേ, ആര് പാപം ചെയ്താലും അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലാഹു കരുണയുള്ളവനാ, അല്ലാഹു ദയാലുവാണ്. എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും അല്ലാഹു പുറത്തു കൊടുക്കുമല്ലോ. എന്തുകൊണ്ടാണ് ഇബ്ലീസിന് മാത്രം അല്ലാഹു പുറത്തു കൊടുക്കാത്തത്? ഒരു വലിയ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു ഇബ്ലീസിന് മാത്രം പുറത്തു കൊടുക്കാത്തത്? എടാ ചങ്ങാതി, നീ ഒരു തെറ്റ് ചെയ്താ, നീ തെറ്റ് ചെയ്തെന്ന് അംഗീകരിച്ച അല്ലാഹു നിനക്ക് പുറത്തു തരും. അവിടെയാണ് വിഷയം. ചില മഹാന്മാരില്ലേ, അവൻ അറിയാം അവൻ ചെയ്യുന്ന തെറ്റാന്ന്, പക്ഷെ ന്യായീകരിച്ചുകൊണ്ട് നടക്കും.
ഇബ്ലീസിനെ പറ്റി ഏറ്റവും വലിയ പിഴവ് ഇപ്പോഴും അവൻ അംഗീകരിക്കുന്നില്ല. അവൻ ചെയ്തത് തെറ്റാണെന്ന് അവൻ ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ല. അംഗീകരിച്ചാലല്ലേ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അല്ലാഹു പുറത്തു കൊടുക്കൂ. ഇബ്ലീസിന്റെ അഹങ്കാരത്തെ കുറിച്ച് പറയുന്നത് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ഒരിക്കൽ മലക്കുകൾ മുഴുവനും ഇബ്ലീസിനോട് പറഞ്ഞു, അള്ളാഹുവിനോട് ദുആ ചെയ്യ്, നമ്മളിൽ ഒരു ശപിക്കപ്പെട്ടവനുണ്ട്. ഇബ്ലീസിനെ ശപിക്കുന്നതിന് മുമ്പ് മലക്കുകൾ മുഴുവനും, അള്ളാഹുവിന്റെ മലക്കുകൾ മുഴുവനും ഇബ്ലീസിന്റെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, അള്ളാഹു പറയുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ശപിക്കപ്പെട്ട ഒരാളുണ്ട്, അത് നമ്മളാകാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ, അത് നമ്മളാകാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ. അവിടെ നിന്ന് ഇബ്ലീസിന്റെ അടുക്കൽ മലക്കുകൾ വന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഇബ്ലീസ് ദുആ ചെയ്തു, അല്ലാഹുവേ ആ ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇവരാരെയും നീ പെടുത്തല്ലേ തമ്പുരാനെ, കാരണം അവൻ വിചാരിച്ചു അവനായിരിക്കില്ല എന്ന്. അപ്പോഴും അവന്റെ അഹങ്കാരം, അവൻ അപ്പോഴും പറഞ്ഞത് ഇവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, കാരണം ഞാനൊരിക്കലും പിഴച്ചു പോകില്ല എന്ന് അവൻ തീരുമാനിച്ചിരുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ ശപിക്കപ്പെട്ടവന് സുജൂദ് ചെയ്യാതെ വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനവിടെ നിന്ന് ശപിക്കുകയാ. അല്ലാഹുവിന്റെ ശാപം അവിടെ വെച്ച് കിട്ടുമ്പോൾ അല്ലാഹു അവനെ ശപിക്കുകയാണ്. ആ സമയത്ത് അവൻ അല്ലാഹുവിനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവേ, ആദം നബി അലൈഹിസ്സലാമിന് ഇബ്ലീസേ നിന്നെക്കാളും അല്ലാഹു മഹത്വമുണ്ടെന്ന് പടച്ചവൻ പറയുമ്പോ ആ ഇബ്ലീസ് പറഞ്ഞു, ആദമിന്റെ മുന്നിൽ ഞാൻ സുജൂദ് ചെയ്യില്ല തമ്പുരാന്, കാരണം ആദമിനെ മണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത്, എന്നെ തീ കൊണ്ടാണ് സൃഷ്ടിച്ചത്. ഈ ആദമിനെക്കാളും ഒരുപാട് വർഷക്കാലമായി ഞാൻ ഇവിടെയുള്ളവനാണ്, അതുകൊണ്ട് ആദം എന്റെ മുന്നിലാണ് സുജൂദ് ചെയ്യുന്നത്, ഞാൻ ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരം പറയുമ്പോ അല്ലാഹു അവനെ ശപിക്കുകയാണ്. അല്ലാഹു അവനെ ശപിക്കുകയാണ്. പടച്ച റബ്ബ് ശപിച്ചു കഴിഞ്ഞപ്പോ അവൻ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ, ഈ ആദം സന്തതികളെ മുഴുവനും ഞാൻ പഴപ്പിക്കും തമ്പുരാനെ. അവൻ അല്ലാഹുവിനോട് പറയുകയാ, അവനെ പടച്ച റബ്ബിനോടവൻ പറയുകയാ, ഈ ആദമിനെയും ഇവന്റെ മക്കളെയും ഒറ്റ ഒരുത്തനെ ഞാൻ വിടില്ല തമ്പുരാന്, സർവരെയും ഞാൻ പിഴപ്പിക്കും തമ്പുരാന്, ഇവര് മുഴുവനും നിന്നോട് നന്ദികേട് കാണിക്കും തമ്പുരാന്, ഒരുത്തനെ പോലും ഞാൻ വിടില്ല അല്ലാ. അവൻ അല്ലാഹുവിനോട് തർക്കിക്കുകയാണ്, അവൻ അല്ലാഹുവിനെ വെല്ലുവിളിക്കുകയാണ്. ആ സമയത്ത് പറഞ്ഞു, എടാ ശപിക്കപ്പെട്ടവനെ, നീ എത്ര പേരെ നശിപ്പിച്ചാലും, നീ ആദമിന്റെ എത്ര മക്കളെ നശിപ്പിച്ചാലും ചില ആൾക്കാരുടെ മുന്നിൽ നീ തോറ്റുപോകുമടാ ഇബ്ലീസ്. അല്ലാഹു പറയുകയാ, ആദമിന്റെ എത്ര മക്കളെ നീ പിഴപ്പിച്ചാലും ആദമിന് ചില മക്കളുണ്ട്, ആദമിന് ചില മക്കളുണ്ട്. അല്ലാഹുവേ, നീ അവരുടെ മുന്നിൽ തോറ്റുപോകുമടാ ശപിത്താന്, നീ അവരുടെ മുന്നിൽ പരാജയപ്പെട്ടു പോകും. എനിക്ക് ചില അടിമകളുണ്ട്, അവരെ കണ്ടാ നിന്റെ കണ്ണ് നിറയുമടാ, നിന്റെ ഒരു പരിപാടിയും എന്റെ ചില അടിമകളുടെ മുന്നിൽ നടക്കുകയില്ല. അല്ലാഹു അവിടെ നിന്ന് പറയുമ്പോ ഇബ്ലീസ് പിന്നെയും പറഞ്ഞു, ഇല്ല അല്ലാ, അവരെയും ഞാൻ പിഴപ്പിക്കും തമ്പുരാന്. എന്നിട്ട് ഇബ്ലീസ് പടച്ചവനോട് ചോദിക്കുകയാ, അല്ലാഹുവേ, എനിക്ക് 3 കാര്യങ്ങൾ സാധിച്ചു തരണം അല്ലാ. ഇബ്ലീസ് പടച്ചവനോട് പറയുകയാ, ഈ ആദമിനെയും ആദമിന്റെ സന്തതികളെ മുഴുവനും നിനക്കെതിരാക്കും തമ്പുരാന്, നിനക്ക് നന്ദികേട് ചെയ്യുന്നവരാക്കും തമ്പുരാന്, അവരെല്ലാവരും നിനക്കെതിരെ തിരിയും പടച്ചവര്, അങ്ങനെ ഞാനാക്കുമെന്ന് പറയുമ്പോ അല്ലാഹു പറഞ്ഞു, എല്ലാവരെയും പിഴപ്പിക്കാൻ കഴിയില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന ചിലരുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന ചിലരുണ്ട്, എന്നെ പേടിക്കുന്ന ചിലരുണ്ട്, അവരെ നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ലടാ. നീ അവരുടെ മുന്നിൽ പരാജയപ്പെട്ടു പോകും, നീ അവരുടെ മുന്നിൽ തോറ്റുപോകും എന്ന് അല്ലാഹു തിരിച്ചു പറയുമ്പോ ഇബ്ലീസ് പറയുന്നു, അല്ലാഹുവേ, എനിക്ക് 3 കാര്യങ്ങൾ പറയാനുണ്ട്, എനിക്ക് 3 കാര്യങ്ങളാണ് നീ നൽകേണ്ടത്. ഇബ്ലീസ് പടച്ചവനോട് ചോദിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, സ്വഹാബാ, അല്ലാഹു ഇബ്ലീസിനോട് 3 കാര്യങ്ങളാ ചോദിച്ചു വാങ്ങിയത്. അല്ലാഹുവിനോട് 3 കാര്യങ്ങളാ ചോദിച്ചു വാങ്ങിയത്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ റസൂലേ, ഇബ്ലീസ് ചോദിച്ചു വാങ്ങിയ 3 കാര്യങ്ങൾ എന്താണ് നബിയേ? ഒന്നാമതായിട്ട് ഇബ്ലീസ് പറയുകയാണ്, പടച്ച റബ്ബേ, എന്നെ നീ മരിപ്പിക്കരുത്, ഖിയാമത്ത് നാൾ വരെ എന്റെ ആയുസ് നീ നീട്ടിത്തരണേ അല്ലാഹ്. ഇബ്ലീസ് അല്ലാഹുവിനോട് ഒന്നാമതായി ചോദിച്ചത് എന്തെന്നറിയുമോ? എന്നെ നീ മരിപ്പിക്കരുത്, പെട്ടെന്ന് നീ എന്നെ മരിപ്പിക്കരുത്, ഖിയാമത്ത് നാൾ വരെ എന്റെ ആയുസ് നീ നീട്ടിത്തരണം. കാരണം നിന്റെ സമുദായത്തെ, നിന്റെ അടിമകളെ പിഴപ്പിക്കാനുള്ളതാണ് തമ്പുരാനെ, പിഴപ്പിക്കാനുള്ളതാണ് തമ്പുരാനെ. അതുകൊണ്ട് ആയുസ് നീട്ടിത്തരണേ അല്ലാ എന്ന് ഇബ്ലീസ് ആയുസ് ചോദിച്ചു വാങ്ങിയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ഈ ആദം കാരണമായി എനിക്ക് ഇന്നിങ്ങനെ അവസ്ഥയാകേണ്ടി വന്നത്, അതുകൊണ്ട് ഒരുത്തനെയും ഞാൻ വിടില്ല അല്ലാ. ഈ ആദമിനെയും ആദമിന്റെ കുടുംബ പരമ്പരകളെ മുഴുവനും നിനക്കെതിരെ ഞാൻ കൊണ്ടുവരും പടച്ചവനെ. അതാണല്ലോ വെറ്റുവെക്കുമ്പോൾ ഒരു വാസിയ. അല്ലാഹു പറഞ്ഞു, ഇല്ലടാ, എല്ലാരെയും നിനക്ക് പിഴപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ സ്നേഹിക്കുന്നവർ, എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, നീ തോറ്റുപോകും അവരുടെ മുന്നിൽ, നീ തോറ്റുപോകും അവരുടെ മുന്നിൽ. അവൻ അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, എങ്കിലും 3 കാര്യങ്ങൾ എനിക്ക് വേണം. 1, എന്റെ റൂഹ് നീ പിടിക്കരുത്, എന്നെ ഖിയാമത്ത് നാൾ വരെ എനിക്ക് ആയുസ് തരണം. അല്ലാഹു പറഞ്ഞെടുത്തോ, അല്ല പറഞ്ഞെടുത്തോ നിനക്ക് ആയുസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖിയാമത്ത് നാൾ വരെ അല്ലാഹു അവൻ ആയുസ് നീട്ടിക്കൊടുത്തു. ഈ ഇബ്ലീസ് എന്ന് പറയുന്ന ആള്, എന്റെ പ്രിയപ്പെട്ടവരെ, സാധാരണ ഒരു വ്യക്തിയല്ല. ഞാൻ അവന്റെ ചരിത്രം വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എത്ര വലിയ മഹാനായിരുന്നെന്നറിയും ഇബ്ലീസ്. ഇബ്ലീസ് എന്ന് പറയുന്ന പേര് അത് കുറച്ചു കാലമേ ആയുള്ളവന് കിട്ടിയിട്ട്. ഇബ്ലീസിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 80,000 വർഷം ഇബാദത്ത് ചെയ്തവനായി ഇബ്ലീസ്. 80,000 കൊല്ലം തഫ്സീറിൽ കാണാം. 80,000 വർഷക്കാലം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തവനായി ഇബ്ലീസ്. അവിടുന്ന് ചരിത്രം പറയുന്നു, 14 കോടി വർഷം പരിശുദ്ധ, 14,000 പ്രാവശ്യം, 14,000 ലക്ഷം, 14 ലക്ഷം പ്രാവശ്യം അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം തവാഫ് ചെയ്തവനായി ഇബ്ലീസ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു 40,000 വർഷം സ്വർഗത്തിന്റെ കാവൽക്കാരനായിരുന്നു. 40,000 വർഷം സ്വർഗത്തിന്റെ കാവൽക്കാരനായി നിന്ന മലക്കാണ് ഈ അസാസീൽ എന്ന് പറയുന്ന ഇബ്ലീസ്. അവിടെ നിന്ന് പറയുന്നു 80,000 കൊല്ലം മലക്കുകളുടെ കൂടെ നടന്നവനായി ഇബ്ലീസ്. 80,000 കൊല്ലം. അവിടെ നിന്ന് ചരിത്രം പറയുന്നു 20 വർഷം മലക്കുകൾക്ക് വഅദ് പറഞ്ഞ ഉസ്താദ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എത്ര കൊല്ലം? 20 വർഷക്കാലം മലക്കുകളുടെ, 80,000 വർഷം, 40,000 വർഷം സ്വർഗത്തിന്റെ കാവൽക്കാരനായി നിന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, 80,000 കൊല്ലം മലക്കുകളുടെ കൂടെ നടന്നു. 20 വർഷക്കാലം മലക്കുകൾക്ക് വഅദ് പറഞ്ഞു. 30 വർഷക്കാലം മലക്കുകളുടെ നേതാവായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അപ്പൊ അവന്റെ ആയുസ് കൂട്ടി നോക്ക്. അപ്പൊ ആ ഇബ്ലീസിന്റെ അവന്റെ ആയുസ് നീട്ടി നോക്ക്. എന്നിട്ടാണ് ഇവൻ അല്ലാഹുവിനോട് പറയുന്നത്, പടച്ചവനെ, ഖിയാമത്ത് നാൾ വരെ നീ എന്റെ ആയുസ് നീട്ടിത്തരണം. അല്ലാഹ് ആരാ? പടച്ചവൻ പറഞ്ഞു, നീ എടുത്തോടാ, എന്നാൽ എന്റെ അടിമകളിൽ ചിലരെ നിന്റെ മുന്നിൽ തോപ്പിക്കാൻ കഴിയില്ല, നീ തോക്കും. അതാണ് അല്ലാഹു പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരവൻ അല്ലാഹുവിനോട് ചോദിച്ചു, ആയുസ് നീട്ടിത്തരണം. അല്ലാഹു കൊടുത്തു. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അവൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു, റബ്ബേ, അല്ലാഹുവിനോട് ചോദിക്കുന്നു, പടച്ചവനെ, അല്ലാഹുവേ, എവിടെയും കടന്നു പോകാനുള്ള അവകാശം നീ എനിക്ക് തരണം തമ്പുരാനെ. എവിടെയും കടന്നു പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരണം തമ്പുരാനെ. എന്നെ നീ തടയാൻ പാടില്ല പടച്ചവന്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു അനുവാദം കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, മനുഷ്യന്റെ രക്തമോടുന്ന നരമ്പുകളിൽ കൂടെ അവന് കേറാൻ കഴിയും, മനുഷ്യന്റെ രക്തത്തിലൂടെ പോലും അവന് കിടക്കാൻ കഴിയും. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു അതിനുള്ള അവകാശം അവന് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു അതിനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. അവൻ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയതാണ്, അത് പടച്ചവനോട് ചോദിച്ചു വാങ്ങിയതാണ്. എന്നിട്ട് അവന് മൂന്നാമതായിട്ട് അല്ലാഹുവിനോട് ചോദിക്കുന്നു, നാഥാ, ഏത് രൂപം മാറാൻ എനിക്ക് നീ അവസരം തരണേ അല്ലാഹ്.
അവൻ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങുകയാ. ഏത് രൂപത്തിൽ വരാനും ഇബ്ലീസിന് കഴിയുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് പല പല രൂപങ്ങളിൽ കടന്നു വരും. ചിലപ്പോൾ താടി വെച്ച് കടന്നു വരും, ചിലപ്പോൾ മഹാനെ പോലെ കടന്നു വരും, ചിലപ്പോൾ പ്രവാചകനെ പോലെ കടന്നു വരും, ചിലപ്പോ പിച്ചക്കാരനെ പോലെ കടന്നു വരും. ഏത് രൂപത്തിലും ഇബ്ലീസിന് കടന്നു വരാൻ കഴിയുമല്ലോ. അവൻ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയതാ, അവൻ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയതാ. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ അവനെ സൂക്ഷിച്ചു കൊള്ളണേ, അവൻ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്, അവൻ നിങ്ങളെ നരകത്തിൽ കൊണ്ടുപോകുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ അനുസരിക്കരുത്, നിങ്ങൾ അവന് എതിരെ യുദ്ധം ചെയ്യണേ, നിങ്ങൾ അവനെതിരെ പോരാടി വിജയിക്കണേ, എങ്കിലേ നിങ്ങൾക്ക് സ്വർഗം തരൂ എന്ന് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ നമ്മളിൽ എത്ര പേരാ ശൈത്താന് എതിരായി യുദ്ധം ചെയ്യുന്നത്? നമ്മളിൽ എത്ര പേരാ ആ ഇബ്ലീസിന് എതിരായി യുദ്ധം ചെയ്യുന്നത്? നമ്മളെല്ലാവരും അവന്റെ പോക്കറ്റിന്റെ അകത്താ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം അവൻ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണെന്ന്. പക്ഷേ നമ്മൾ അവനെ മിത്രമായിട്ടാ കാണുന്നേ. നമ്മളെല്ലാവരും അവനെ മിത്രമായിട്ട് കാണുന്നു. അവനാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ഇത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാ. എന്നെയും നിങ്ങളെയും പടച്ച അള്ളാഹുവാണ് പറഞ്ഞു തന്നത്. പക്ഷെ അള്ളാഹ് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കണില്ല, അള്ളാഹു പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ ഗതി വന്നത്? എന്ത് ചിന്തിക്കാത്ത? നമുക്ക് ഇന്ന് ഈ ഗതി വരാനുള്ള കാരണം ആ ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ ഇവനല്ലേ കടന്നുപോയത്. ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ആദം നബി സ്വർഗത്തിൽ കടന്ന് ആദം നബിയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയും സ്വർഗത്തിന്റെ അകത്ത് കിടന്ന് ഉല്ലസിച്ച് നടക്കുന്നത് കണ്ടപ്പോ അത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ ആദം നബിയുടെ മുന്നിലേക്ക് കടന്നുപോയി. അവസാനം പരാജയപ്പെട്ടു. ഹവ്വാ റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് ചെന്ന് നല്ലവനെ പോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണക്കാരൻ ഈ ലഅനത്താക്കപ്പെട്ട ഇബ്ലീസായിരുന്നു. ഈ ചരിത്രമറിയാത്ത ആരാവുള്ളത്? ഈ ചരിത്രമറിയാത്ത ആരാവുള്ളത്? അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, അവനെ നിങ്ങൾ വല്ലാതെ സൂക്ഷിച്ചു കൊള്ളണം, ആ ഇബ്ലീസിനെ നിങ്ങൾ വല്ലാതെ പേടിക്കണം. അവൻ അല്ലാഹു എല്ലാ കഴിവുകളും കൊടുത്തിട്ടുണ്ട്. ഏത് രൂപത്തിലും ഏതു പാപത്തിലും അവൻ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരും. നിങ്ങളുടെ ശരീരത്തിലെ രക്തങ്ങൾ കടന്നു പോകുന്ന നരമ്പുകളുടെ ഉള്ളിലൂടെ പോലും അവൻ നിങ്ങളെ പിഴപ്പിക്കാൻ കടന്നു വരുമെന്ന് പരിശുദ്ധനായ മഹാനായ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുമ്പോ, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, സഹാബാ നിങ്ങൾ ചില സമയങ്ങളില് അല്ലാഹുവിനോട് ഇബ്ലീസിനെ തൊട്ട് കാവല് ചോദിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങൾ ചില സമയങ്ങളിൽ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കണം. അല്ലാഹുവേ, ഈ ശപിക്കപ്പെട്ട ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ എന്ന് നിങ്ങൾ അല്ലാഹുവിനോട് കാവല് ചോദിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അല്ലാഹുവിനോട് ഈ ഇബ്ലീസിനെ തൊട്ട് കാവലിനെ ചോദിക്കണമെന്ന് നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലക്ക് അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കേണ്ട ഒന്നാമത്തെ സമയം എപ്പോഴാണ്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമസ്കരിക്കുന്നതിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ, നമസ്കരിക്കുന്നതിന് വേണ്ടി ഒരാൾ തയ്യാറെടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് നീ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കണം. അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരാൻ അവൻ അനുവദിക്കാറില്ല, പള്ളിയിലേക്ക് കയറുന്നത് പോലും അവൻ അനുവദിക്കാറില്ല. ഒരാൾ പള്ളിക്ക് പോകാൻ വേണ്ടി നിസ്കരിക്കുന്നതിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് വഴിയിലൂടെയും ഇബ്ലീസ് കൂടെ നടന്നിട്ട് അവനെ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കൊണ്ടുപോകാൻ നോക്കും. അവനെ എങ്ങനെയെങ്കിലും ജോലിയും പല കാര്യങ്ങൾ, അതാണല്ലോ ബാങ്ക് വിളിച്ചു കഴിയുമ്പോൾ കടയിലേക്ക് സ്റ്റാഫിനെ കൊണ്ടുവരും, കടയിലേക്ക് ആരെങ്കിലും സാധനം വാങ്ങാൻ വരും. നമ്മൾ വിചാരിക്കും അത് മനുഷ്യനാ, അല്ല ഇബ്ലീസാ. എടാ, പള്ളിയിൽ ബാങ്ക് വിളിച്ച് ജമാഅത്തിന്റെ നിസ്കാരം നടക്കുമ്പോൾ നീ പള്ളിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ ഒരു കസ്റ്റമർ വരുന്നുണ്ടെങ്കിൽ അതിനെ നീ നല്ലപോലെ കാത്തുകൊള്ളണം.
ആ കസ്റ്റമറിനെ നീ നല്ലതുപോലെ സൂക്ഷിച്ചു കൊള്ളണം. ഏത് കോലത്തിലും വരുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവർ, അവൻ പള്ളിയിലേക്ക് പോകുന്നതിന് മുടക്കും ഇല്ല. നീ അവനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും പള്ളിക്കകത്ത് വന്നാൽ നീ ഒളിവെടുക്കുന്ന സമയത്ത് അവൻ ചാരത്ത് വന്ന് നിൽക്കും. നമ്മൾ ഒളിവെടുക്കുന്ന സമയത്ത് ചാരത്ത് വന്ന് നിൽക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒളിവെടുക്കുന്നതിനെ എങ്ങനെയെങ്കിലും അവൻ തെറ്റിക്കും. അതുകൊണ്ടാണ് ചിലർക്ക് ഈ വസ്വാസം എന്ന് പറയുന്ന രോഗം ഇങ്ങനെ കഴുകിക്കൊണ്ട് നിൽക്കുക. അവനിങ്ങനെ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ നൽകിയിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഒളിവെടുക്കുന്നതിനെ അവൻ എങ്ങനെയെങ്കിലും തെറ്റിക്കാൻ നോക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം നനയ്ക്കാതിരിക്കാൻ നോക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം ഒതുവില്ലാതെ നമസ്കാരമില്ലല്ലോ. അവിടെ തന്നെ തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജോലി കുറഞ്ഞല്ലോ. എന്റെ പ്രിയപ്പെട്ടവർ, അവൻ അവിടെ നിന്ന് പിഴപ്പിക്കാൻ നോക്കും. ചിലപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പള്ളിക്കകത്ത് കയറിയിട്ട് കൈകെട്ടാൻ പള്ളിക്കകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ആരെങ്കിലും കൊണ്ടുവന്ന് പരസ്പരം സംസാരിപ്പിക്കും. അവിടെയും നഷ്ടപ്പെടുത്താനാ നോക്കണേ. അതല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വന്ന് കൈകെട്ടിക്കഴിഞ്ഞാൽ അവിടെയും വരും. 3 എന്നുള്ളത് 4, 4 എന്നുള്ളത് 5, റിക്കറുമില്ല, ഒന്നുമില്ല. അവസാനം അവിടെയും പിഴപ്പിക്കാൻ നോക്കും. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കാൻ പോകുമ്പോഴേ അല്ലാഹുവിനോട് പറയണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ആ ശപിക്കപ്പെട്ടവനെ തൊട്ട് അല്ലാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. വാങ്ക് വിളിച്ചു പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ഇറങ്ങുമ്പോൾ എന്തേ പറയേണ്ടത്? അള്ളാഹിനോട് അവിടുന്ന് പറഞ്ഞേക്കണം, അല്ലാഹുവേ, ഈ ശപിക്കപ്പെട്ടവന്റെ ചതിയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കടേ തമ്പുരാനെ, നിങ്ങൾ കാവൽ ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ കാരണം നിസാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. നമസ്കരിച്ചിട്ട് നരകത്തിൽ പോകുന്നവരെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാന്റെ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ വ്യക്തമായി പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽമുസല്ലീൻ. വൈലെന്ന് പറയുന്ന നരകം നമസ്കരിക്കുന്നവർക്കുള്ളതാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിസ്കരിക്കാത്തവനല്ല വൈലെന്ന് പറയുന്ന നരകം, നമസ്കരിക്കുന്നവന്. അതുകൊണ്ട് ഇബ്ലീസ് നമ്മളെ പിഴപ്പിക്കും, ഇബ്ലീസ് നമ്മളെ കളിപ്പിക്കും. അതുകൊണ്ട് അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കേണ്ട ഒന്നാമത്തെ സ്ഥലം, നിസ്കരിക്കാൻ പോകുമ്പോ നീ അല്ലാഹുവിനോട് ഇബ്ലീസിനെ തൊട്ട് കാവലിനെ ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ രണ്ടാമത്തെ സമയമേതാ? ഫഇദാ ഖറഅത്തിൽ ഖുർആൻ ഫസ്തഇദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുർആൻ ഓതുന്ന സമയത്ത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനോട് ശപിക്കപ്പെട്ട ഇബ്ലീസിനെ തൊട്ട് കാവലിനെ ചോദിക്കണേ. ഖുർആൻ ഓതുന്നത് പുണ്യമാണ്. ഖുർആൻ ഓതുന്നവർക്ക് സ്വർഗ്ഗമുണ്ട്. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. പക്ഷേ പരിശുദ്ധമായ ഖുർആൻ കയ്യിലെടുത്ത് വെച്ചിട്ട് അല്ലാഹുവേ അതിനെ ബഹുമാനിക്കാതിരുന്നാൽ, അതിനെ ആദരിക്കാതിരുന്നാൽ, ആ ഖുർആൻ കയ്യിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നവരുണ്ടല്ലോ, അതിനെ പരിഗണിക്കാത്തവരുണ്ടല്ലോ, ഇത് അല്ലാഹുവിന്റെ കലാമാണെന്നുള്ള ചിന്തയില്ലാത്തവരുണ്ടല്ലോ, അത് കയ്യിൽ വെച്ചുകൊണ്ട് കളിക്കുന്നവരുണ്ടല്ലോ. നിനക്ക് നാശമാ സഹോദരാ. ഓതിയില്ലെങ്കിൽ ഓതിയില്ലെന്നേ ഉള്ളൂ. പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചിട്ട് അതിനെ കളിയാക്കിയ, അതിനെ നീ അനാദരവ് കാണിച്ച, അതിലൂടെ പടച്ച റബ്ബിന്റെ നരകത്തിലേക്കാ നീ കടന്നു പോകുന്നത്. റസൂലുള്ളാഹി തങ്ങളാണ് പറഞ്ഞത്, ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ നീ സംസാരിക്കരുത്, ദുനിയാവിന്റെ കാര്യം പറയരുത്, ദുനിയാവിന്റെ കാര്യം പറയരുത്. നിനക്ക് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സദഖല്ലാഹു മൗലാനൽ അദീം എന്ന് പറഞ്ഞ് ഖുർആൻ മടക്കി വെച്ചിട്ട് നീ സംസാരിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ നീ സംസാരിച്ചാ നിന്റെ 40 വർഷത്തെ അമല് പൊളിഞ്ഞു പോയി വാപ്പാ. നീ 40 കൊല്ലം ചെയ്തത് മുഴുവനും നഷ്ടപ്പെട്ടു പോവുകയാണ്, നരകത്തിന്റെ അവകാശിയായി പോവുകയാണ്. അത് ശൈത്താന് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ആ ഖുർആനിന്റെ മഹത്വം നീ എന്തേ ചിന്തിക്കാത്തത്? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാസിയം മുതസദ്ദിയം മിൻ ഖസിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ.
ആ ഖുർആൻ എങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറങ്ങിയതെങ്കിൽ പേടിച്ചിട്ട് ആ പർവ്വതം പോലും ധൂളികളായി പോകുമെന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ എടുത്ത് ഓതാൻ തയ്യാറാകുമ്പോ നീ അല്ലാഹുവിനോട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവിനോട് ശപിക്കപ്പെട്ട ഇബ്ലീസിനെ തൊട്ട് കാവൽ ചോദിക്കേണ്ട മൂന്നാമത്തെ സ്ഥലം ഏതെന്നറിയുമോ? അത് ഖലായിലാ, അത് ടോയ്ലറ്റിലാ, അത് ബാത്റൂമിലാ. അതിനകത്തേക്ക് കേറുന്നതിന് മുമ്പേ അല്ലാഹുവിനോട് നീ കാവൽ ചോദിച്ചിട്ടേ കേറാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബാത്റൂമിൽ കയറുമ്പോ നീ അല്ലാഹുവിനോട് ശപിക്കപ്പെട്ട ശൈത്താൻ എന്താ ബാത്റൂമിൽ കയറുമ്പോഴുള്ള ദുആ എങ്ങനെയാ? അപ്പൊ ബാത്റൂമിൽ കയറുമ്പോഴുള്ള ദുആ എന്താ? വെടി കൊണ്ടതുപോലെ ഇരിക്കുവോ ഇല്ലേ? അപ്പൊ പിന്നെ എന്ത് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ കേറണേ? ബാത്റൂമിൽ കയറുമ്പോ പറയുന്ന ദുആ എന്താപ്പാ? എന്താ? ഔദു ബിക പറഞ്ഞങ്ങാതി അല്ലാഹു ശൈത്താനെ തൊട്ട് കാക്കണേന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാത്റൂമിൽ കയറുമ്പോ, കാരണം ബാത്റൂം എന്ന് പറയുന്നത് അവന്റെ വീടാ. ബാത്റൂം എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ വീടാ. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ ആദം നബി അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, ഞങ്ങളെപ്പോലും ഇവൻ പിഴപ്പിച്ച അല്ലാഹ് എന്നെ പോലും, എന്നെയും എന്റെ ഭാര്യയെ പോലും ഇവൻ പിഴപ്പിച്ചു. എങ്ങനെ അല്ലാഹ് എന്റെ മക്കളെ രക്ഷപ്പെടുന്നേ? അല്ലാഹ് ഞങ്ങളെപ്പോലും പിഴപ്പിച്ചെങ്കിൽ ഞങ്ങളുടെ മക്കളെ പോലും വെറുതെ വിടത്തില്ലല്ലോ. അപ്പൊ അല്ലാഹു പറഞ്ഞു അത്രേ, ആദമേ, നിനക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. നിനക്കൊരു മകൻ ജനിക്കുമ്പോ അവനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു മലക്കും ജനിക്കും. ഒരു മനുഷ്യൻ, ആദമേ, നിനക്കൊരു മകൻ ജനിച്ചാൽ ആ മകനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടെ ഒരു മലക്കിനെയും അല്ലാഹു സൃഷ്ടിക്കും. ഇബ്ലീസ് ചോദിച്ചു, അല്ലാഹ് എനിക്കില്ലേ? അല്ലാഹ് ആദമിന് മാത്രമേ ഉള്ളൂ. ആദമിന് മാത്രമേ മക്കളുള്ളോ? ഇല്ലടാ, നിനക്കും ഉണ്ട്. നമ്മുടെ കൂടെ ഇബ്ലീസ്, നമ്മുടെ കൂടെ നമ്മളെ സംരക്ഷിക്കാൻ ഒരു മലക്കുമുണ്ട്, പിഴപ്പിക്കാൻ ഒരു ശൈത്താന്റെ മോനുമുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. തെളിവ് വേണോ? അള്ളാന്റെ പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുമ്പോൾ മലക്ക് പറയും നിസ്കരിക്കാൻ പോകാം. ഇബ്ലീസിന്റെ മോൻ പറയും, വേണ്ടടാ, കടയുണ്ടടാ, കച്ചവടം ഉണ്ടടാ. ശരിയല്ലേ? തന്നെ നമ്മുടെ കൂടെ ഒരു മലക്കുണ്ട്, ഒരു മനുഷ്യന് ഒരു ഇബ്ലീസിന്റെ മോനുണ്ട്. ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, ആദം നബിയോട് പറയുമ്പോൾ അല്ലാഹുവിനോട് ഇബ്ലീസ് ചോദിക്കുക, പടച്ചവനെ, ആദമിനും മക്കൾക്കും ഒക്കെ താമസിക്കാൻ വീടുണ്ട്, എനിക്കും എന്റെ മക്കൾക്കും താമസിക്കാൻ വീടില്ല. അല്ലാഹ്, നീ കക്കൂസ് എടുത്തോടാ താമസിക്കാൻ. നിനക്ക് നിന്റെ മക്കൾക്ക് താമസിക്കാൻ, ആദമിന്റെ മക്കൾക്ക് താമസിക്കാൻ വീടുണ്ട്, നിനക്ക് താമസിക്കാൻ ബാത്റൂം ഉണ്ട്, നീ എടുത്തോ. അവിടെ ഇബ്ലീസ് അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, ആദമിന്റെ മക്കളെ മുഴുവനും വിളിച്ചു കൂട്ടാൻ ബാങ്ക് വിളിക്കും, ഞാനും മക്കളും എങ്ങനെ കൂടാനാ? അപ്പൊ പറഞ്ഞു, സംഗീതമാണ് നിന്റെ ബാങ്ക്, എടുത്തോളാൻ. അതാ പാട്ട് പാടുമ്പോ ഗാനമേളയ്ക്കൊക്കെ ആള് കൂടുന്നത്. ആദം നബി ഇബ്ലീസ് അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, ആദമിന്റെ മക്കൾക്ക് മുഴുവനും ഒരുമിച്ച് കൂടാൻ പള്ളിയുണ്ട് ഇല്ലേ? വെള്ളിയാഴ്ചയൊക്കെ പള്ളി കൂടൂല്ലേ? വെള്ളിയാഴ്ച പള്ളി കൂടില്ലേ? ആദമിന്റെ മക്കളെ മുഴുവനും നീ പള്ളിയിൽ ഒരുമിച്ച് കൂടും, ഞാനും എൻ്റെ മക്കളും എവിടെ ഒരുമിച്ച് കൂടും? അള്ളാഹു പറഞ്ഞു, നീ മാർക്കറ്റിൽ പോയി കൂടിക്കൊള്ളാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആദമിന്റെ മക്കൾ എവിടെ കൂടുന്നത്? ആദമിന്റെ മക്കളും പള്ളിയിൽ കൂടുമ്പോ ശൈത്താനും അവന്റെ മക്കളും ഒരുമിച്ച് കൂടുന്ന സ്ഥലം മാർക്കറ്റാണ്. അവിടെയാണ് ചർച്ചകൾ പലതും നടക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്ലീസ് അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, ആദമിന്റെ മക്കളെ നേരെയാക്കാൻ പ്രവാചകന്മാര് വരും, ആദമിന്റെ മക്കളെ നേരെയാക്കാൻ പ്രവാചകന്മാര് വരും, എനിക്ക് പ്രവാചകന്മാരൊന്നുമില്ലേ? നിന്റെ പ്രവാചകന്മാര് ജ്യോത്സ്യന്മാരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലേ? ഇബ്ലീസല്ലേ ജ്യോത്സ്യന്മാർക്ക് അറിയിച്ചു കൊടുക്കുന്ന ശൈത്താനുകളുണ്ട്. കാര്യങ്ങൾ വന്ന് പറഞ്ഞു കൊടുക്കണം. ചില ആൾക്കാർ കളം വരച്ചിട്ട് ഇങ്ങോട്ട് കറക്കണൊക്കെ ഏതാ അവിടെ നിന്ന് വന്ന മഹാന്മാർ ഇബ്ലീസുകൾ വന്ന് പറഞ്ഞു കൊടുക്കാൻ പല കാര്യങ്ങളും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ഓരോന്നായി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് എണ്ണി ചോദിച്ചിട്ടാണ് ഇബ്ലീസ് ഇങ്ങോട്ട് കടന്നു വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ബാത്റൂമിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ആ കയറുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കാരണം വസ്വാസ് എന്ന് പറയുന്ന രോഗം പിടിപെടുന്നത് ബാത്റൂമിൽ നിന്നാണ്. വസ്വാസ് എന്ന് പറയുന്ന രോഗം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദ്യം ഉളവെടുക്കുന്ന വിഷയങ്ങളിൽ ചില കാര്യങ്ങളിൽ വസ്വാസ് തുടങ്ങും.
പിന്നെ ഓരോന്നായി തുടങ്ങി നിസ്കാരത്തിൽ വരും. പിന്നെ അവസാനം അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്ന് വരെ സംശയിക്കുന്ന അവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ വസ്വാസ് എന്ന് പറയുന്ന രോഗമുള്ളവർ, അവർക്ക് ചെയ്യാനുള്ള മരുന്നുകളുണ്ട്. വസ്വാസ് എന്ന് പറയുന്ന രോഗം, ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ശൈത്താന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ചില മരുന്നുകളുണ്ട്. ശൈത്താനെ പരാജയപ്പെടുത്താനുള്ള മരുന്ന് എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അവിടെന്ന് പ്രവാചകൻ പറഞ്ഞു, ഫൗഖിബതു തഅവദു ബിഹിമാ ഫമാ തഅവദു മുതഅവദു ബിമിസ്ലിഹിമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസിന്റെ വസ്വാസുകൾ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകനെ തൊട്ട് മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിനോട് ഇഖ്ലാസും മുഅവ്വദതൈനി, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 3 സൂറത്തുകൾ കൊണ്ട് കാവലിനെ ചോദിക്കണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അല്ലാഹുവിനോട് ഈ സൂറത്ത് ഓതിയിട്ട് കാവലിനെ ചോദിക്കണേ. നിങ്ങൾ ഇതിനെ ഓതിയിട്ട് അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഖുർആനിലെ ചില സൂറത്തുകൾ കൊണ്ടാണ് ഇബ്ലീസിനെ നമ്മൾ പരാജയപ്പെടുത്തേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ, സൂറത്തുൽ ബഖറയിലെ ആയത്തുണ്ടല്ലോ. ശൈത്താനിന്റെ വസ്വാസിൽ നിന്ന്, അവന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറത്തുകൾ നീ അധികമായിട്ട് ഓതണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിനോട് കാവലിനെ, ഇബ്ലീസിനെ തൊട്ട് കാവലിനെ ചോദിക്കേണ്ട 3-ാമത്തെ സ്ഥലം ബാത്റൂമിൽ കയറുമ്പോൾ 4 ഭക്ഷണം കഴിക്കുന്ന സമയം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം. കാരണം ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ ആ പാത്രത്തിൽ ഇബ്ലീസ് വന്ന് കൈയിട്ട് വാരി തിന്നുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭാര്യയും മക്കളും ഇരിക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ അകത്ത് ബിസ്മി പറയാതെ കഴിച്ച ഇബ്ലീസ് കൂടെ വന്നിരുന്ന് വാരി തിന്നും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ചോറും തിന്നിട്ട് നമുക്കെതിരെ കളിക്കും, നമ്മുടെ ചോറ് കഴിച്ചിട്ട് നമുക്കെതിരെ പ്രവർത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയം അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കണം. നിങ്ങൾ അഊദും ബിസ്മിയും പറഞ്ഞിട്ട് വേണം കഴിക്കാൻ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5-ാമതായിട്ട് പ്രവാചകൻ പറഞ്ഞു, ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്ന സമയം നിങ്ങൾ അല്ലാഹുവിനോട് ശപിക്കപ്പെട്ട ഇബ്ലീസിനെ തൊട്ട് കാവലിനെ ചോദിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കണം. നിന്റെ കുടുംബ ജീവിതത്തിൽ പോലും നിന്റെ ഭാര്യയും നിന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് പോലും ആ ഇബ്ലീസിനെ തൊട്ട് നീ കാവലിനെ ചോദിക്കണം. അല്ലാഹുമ്മ ജന്നിബിന ശൈത്താനി. ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പറയേണ്ട ദുആ വരെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ചോദിക്കും, എന്താണ് നീ ശൈത്താന്റെ സ്വഭാവം കാണിക്കുന്നേ? പാപ്പ തന്നെ ചോദിക്കാമോ? മകനോട് ചോദിക്കുന്നു, നീ എന്താടാ ശൈത്താന്റെ സ്വഭാവം കാണിക്കുന്നേ? പിന്നെ അവൻ ശൈത്താന്റെ സ്വഭാവം അല്ലാതെ ആരുടെ സ്വഭാവം കാണിക്കണം? നീ നിന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് നീ ബിസ്മി പറഞ്ഞില്ല. ആരെങ്കിലും ഒരാൾ ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ശൈത്താൻ അവിടെ കയറി വരും. പിന്നെ മകനെ നോക്കിയിട്ട് ശൈത്താന്റെ മോനെ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വിരിപ്പിൽ പോയിരുന്ന് നിങ്ങൾ ആയത്തുൽ കുർസി, ആമന റസൂൽ, ഈ 2 സൂറത്തുകൾ, ഈ 2 ആയത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി
വസല്ലമ തങ്ങൾ ഫഖാല മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഫഖാല അവലൈത ഇലാ ഫിറാശിക ഫഖറഉ ആയത്തുൽ കുർസി ലം യസാലു അലൈക മിനല്ലാഹി ഹാഫിള. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കിടക്കയുടെ വിരിപ്പിൽ കയറി ഇരുന്നിട്ട് നിങ്ങൾ ആയത്തുൽ കുർസി ഓതണം, നിനക്കത് മതിയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ആയത്തുൽ കുർസി കയറി ഇരുന്നിട്ട് കിടപ്പറയിലേക്ക് പോകുമ്പോൾ നിന്റെ കട്ടിലിൽ, നിന്റെ മണിയറയിൽ, നിന്റെ ബെഡ്റൂമിന്റെ അകത്ത് കയറി ഇരുന്നിട്ട് നീ ആയത്തുൽ കുർസി ഓതണം. മഹാനായ ഇബ്നു മസ്ഊദ്, മഹാനായ അബൂ മസ്ഊദ് അൻസാരി റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ഹാതൈനി അൽ ആയത മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഫീ ലൈലത്തിൻ കഫാഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കിടപ്പറയിലേക്ക് നീ കടന്നു ചെല്ലുമ്പോൾ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത്, ആയത്തുൽ കുർസി, ആമന റസൂൽ, ഈ 2 ആയത്തുകൾ നീ ഓതിയാൽ നിനക്ക് ആ രാത്രി അത് മതിയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര ഗൗരവത്തോടു കൂടിയാണ് സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആൻ മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തരുന്നു കിടപ്പറയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത് കിടന്നു കഴിഞ്ഞാൽ ഇബ്ലീസിന് കയറിയിരിക്കാനുള്ള സൗകര്യം ഒരിക്കലും നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്തു കൊടുക്കാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നമ്മളുടെ ഭാര്യമാരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കിടന്നിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കിടക്കപ്പ മടക്കി വെക്കണം. വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു നമ്മൾ കിടന്നു കഴിഞ്ഞാൽ, ഇന്നത്തെ പെണ്ണുങ്ങൾ വിരിപ്പ് മടക്കാറില്ല. 8 മണിയായാലും 9 മണിയായാലും അവിടെ തന്നെ അവസാനം നമ്മൾ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ മടക്കുന്ന ഒരു സ്വഭാവം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ പോലും ഇബ്ലീസ് കയറിയിരിക്കുമെന്ന, നമ്മുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ പോലും അവൻ കയറിയിരിക്കും, നമ്മുടെ വിരിപ്പുകൾക്കകത്ത് അവൻ കയറിയിരിക്കും. അതുപോലെ തന്നെ ബെഡ്റൂമുകൾ തൂക്കാതെ വാരാതെ പെണ്ണുങ്ങൾ രാത്രിയാ തൂക്കുന്ന വീട്, രാത്രിയാണ് വീട് തൂക്കുന്നത്. പണ്ടുള്ള ഏതെങ്കിലും പെണ്ണ് വൈകുന്നേരമായി വീട് തൂത്തു കഴിഞ്ഞാൽ തുണി അലക്കാൻ വിടുവോ? പണ്ടുള്ളവര് മഗ്രിബിന്റെ സമയം കഴിഞ്ഞാൽ പിന്നെ തുണി പോലും കഴുകാൻ വിടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീടിനകത്ത് രാത്രിയല്ല തൂക്കേണ്ടത്, ദാരിദ്ര്യം വരുത്തുമെന്ന് ഹദീസിന്റെ കിതാബുകളുണ്ട്. കിതാബുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യം. അതുകൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ വിരിപ്പുകൾ നിങ്ങൾ മടക്കി വെക്ക്, നിങ്ങളുടെ വിരിപ്പുകൾ നിങ്ങൾ മടക്കി വെക്ക്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ 3 പ്രാവശ്യം നിന്റെ മൂക്കിന്റെ ഉള്ളിൽ വെള്ളം കയറ്റി നീ ചീറ്റണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ മൂക്കിന്റെ അകത്ത് വെള്ളം കയറ്റിയിട്ട് നീ 3 പ്രാവശ്യം ചീറ്റണം. എന്തിന്? അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദസ്തൈഖല അഹദുകും മിൻ മനാമിഹി ഫൽയസ്തൻസിറു സലാസ മർറാ ഫഇന്ന ശൈത്താൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് രാത്രി കാലങ്ങളിൽ ഇബ്ലീസ് നമ്മുടെ മൂക്കിന്റെ ദ്വാരത്തിന്റെ അകത്ത് കയറിയിരിക്കുമെന്നാ അല്ലാഹുവിന്റെ പ്രവാചകനാ പറയുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ. മൂക്കിന്റെ ദ്വാരങ്ങൾക്കകത്ത് ഇബ്ലീസ് കയറിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാ 3 പ്രാവശ്യം മൂക്കിന്റെ അകത്ത് വെള്ളം കയറ്റിയിട്ട് നീ ചീറ്റിയിട്ട് ഇബ്ലീസിനെ പുറത്താക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് സാധാരണ ഒരുത്തനല്ല, അവൻ എല്ലാവരെയും പിഴപ്പിക്കുന്നവനാണ്. അവൻ ആദം നബിയെയും ഹവ്വാ ബീവിയെയും 2 പേരെയും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം ഇബ്ലീസാ. അല്ലാഹുവേ, ആദം നബിയുടെ മക്കളായ കാബീലിനെയും ഹാബീലിനെയും തമ്മിലടിപ്പിച്ചതാരാ? ഇബ്ലീസാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ ആ നൂഹ് നബിയുടെ മകനെയും ഭാര്യയെയും പിഴപ്പിച്ച് കളഞ്ഞത് ഇബ്ലീസാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നമ്രൂദിന്റെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പോകുന്ന സമയത്ത് ഇബ്രാഹിം നബിയെ പിഴപ്പിക്കാൻ നോക്കിയത് ഇബ്ലീസാ. ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നാര മകനെ അറക്കാൻ പോകുന്ന സമയത്ത് ഹജറ ബീവിയെയും
ഇബ്രാഹിം നബിയെയും അവിടുന്ന് പിഴപ്പിക്കാൻ നോക്കിയത് ഇബ്ലീസാ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രോഗം കൊടുത്ത സമയത്ത് പിഴപ്പിക്കാൻ നോക്കിയത് ഇബ്ലീസാ. അയ്യൂബ് നബിയെയും തന്റെ ഭാര്യയെയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടുന്ന് പിരിപ്പിക്കാൻ നോക്കിയത് ഇബ്ലീസാ. എന്റെ പ്രിയപ്പെട്ടവരെ, സർവ്വ പ്രവാചകന്മാരെയും പിഴപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചവനാണ് ഇബ്ലീസ്. അവനെ നിങ്ങൾ വിശ്വസിക്കല്ലേ. അവൻ ഏത് കോലത്തിലും നിങ്ങളുടെ മുന്നിൽ കടന്നു വരാ. എത്ര വലിയ കൊലകൊമ്പനും അവന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ടൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. ഹദീസിന്റെ കിതാബുകൾ എടുത്തു നോക്കൂ. അല്ലാഹുവേ, ബർസീസ എന്ന് പറയുന്ന ഒരു മഹാനുണ്ടായിരുന്നു. 6000 വിദ്യാർത്ഥികളുടെ ഗുരുനാഥനാ. 40 വർഷക്കാലം ഇബാദത്ത് ചെയ്തിരുന്ന മഹാനാ. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ കാണാതെ അറിയുന്ന മനുഷ്യനാ. ബർസീസ എന്ന് പറഞ്ഞാൽ 6000 ശിഷ്യന്മാര്. 6000 ശിഷ്യന്മാര്. അല്ലാഹുവേ, 40 വർഷക്കാലം ഇബാദത്ത് ചെയ്തിരുന്ന മനുഷ്യനാ. അതുമാത്രമല്ല, അല്ലാഹുവിന്റെ 99 നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിച്ചിരുന്ന മഹാനാ. അങ്ങനെ മഹാനായി ജീവിച്ചിരുന്ന ബർസീസയുണ്ടല്ലോ, അല്ലാഹുവേ, കാഫിറായിട്ടാ ചത്തുപോയത്. അവിടുന്ന് കാഫിറായിട്ടാ ചത്തുപോയത്. അതിന്റെ കാരണം എന്തെന്നറിയോ? ബർസീസയുടെ ബർസീസ ഒറ്റയ്ക്കിരുന്ന് ഇബാദത്ത് ചെയ്യുന്ന വീടുണ്ടല്ലോ, ആ കൂടാരത്തിന്റെ മുന്നില് ഒരു വലിയ മഹാനിന്റെ രൂപത്തിലാണ് ഇബ്ലീസ് കടന്നു പോയത്. ഒരു ആബിദായ മനുഷ്യന്റെ രൂപത്തില് ബർസീസയോട് ചോദിക്കുകയാ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരൽപ്പം സ്ഥലം തരുമോ? എനിക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരൽപ്പം സ്ഥലം തരുമോ? ബർസീസ അനുവാദം കൊടുത്തു. ഇബ്ലീസ് രാവും പകലും നിന്ന് ഇബാദത്താ. അല്ലാഹുവേ, ബർസീസ നോക്കുമ്പോ ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, ഒരു മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കുന്നില്ല. 24 മണിക്കൂറും രാവും പകലും ഇബാദത്താ. ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത് കണ്ടപ്പോ ബർസീസ ചോദിക്കുകയാ, എങ്ങനെയാ നിങ്ങൾക്ക് ഇങ്ങനെ ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നത്? നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല, നിങ്ങൾ വെള്ളം കുടിക്കുന്നില്ല, നിങ്ങൾ ഉറങ്ങുന്നില്ല, 24 മണിക്കൂറും നിങ്ങൾ ഇങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ. ഇതെങ്ങനാ കഴിയുന്നത്? ഇതെങ്ങനാ നിങ്ങൾക്ക് കഴിയുന്നത്? അതാ, എനിക്കും അങ്ങനെയാകണം. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ? എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ? അല്ലാഹുവേ, ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ, അവിടെന്ന് പറഞ്ഞു, ബർസീസ, എന്നെ പോലെ ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, ഉറങ്ങാതെ 24 മണിക്കൂറും പടച്ചവന്റെ മുന്നിൽ സുജൂദിൽ കിടക്കണോ? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണോ? അതിനാകെയുള്ള വഴി എന്തെന്നറിയുമോ? ഒരു വലിയ പാപം ചെയ്താ മതി. ഒരു വലിയ പാപം ചെയ്താ മതി. നീ ഒരു വലിയ പാപം ചെയ്യണം. ആ പാപം ചെയ്തു കഴിഞ്ഞാ നീ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും നിന്റെ മനസ്സിലേക്ക് ആ ഓർമ്മ കടന്നു വരും. നിനക്ക് ഒരുപാട് നിസ്കരിക്കാൻ കഴിയും, ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നീ ഏതെങ്കിലും ഒരു പാപം ചെയ്യണം. ഇബ്ലീസ് അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ബർസീസ ചോദിച്ചു, ഞാൻ എന്ത് പാപമാ ചെയ്യേണ്ടത്? ആ കാണുന്ന കള്ള് ഷാപ്പിൽ പോയിട്ട് നീ ഒരു മുടക്ക് കള്ള് മേടിച്ചു കുടിക്കണം. ബർസീസ പറഞ്ഞു, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല, അത് വൻ പാപമാണല്ലോ. കള്ള് കുടിക്കുന്നത് അല്ലാഹു പൊറുക്കാത്ത പാപമാണല്ലോ. ബർസീസയോട് പറഞ്ഞു കൊടുക്കുകയാണ്, അത് കുടിച്ചിട്ട് നീ തൗബ ചെയ്താ അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. പിന്നെ നിന്റെ ഇബാദത്തുകൾ അധികരിക്കുകയാണ്. അവിടുന്ന് ചരിത്രം പറയുകയാ, ബർസീസ കാണുന്ന കള്ള് ഷാപ്പിലേക്ക് കടന്നു പോയി. 40 വർഷക്കാലം അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ബർസീസയുണ്ടല്ലോ, അവിടുന്ന് കള്ള് ഷാപ്പിലേക്ക് കടന്നു പോയിട്ട് അവിടുന്ന് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ ഒരു കപ്പ് കള്ള് വേണം. അല്ലാഹുവേ, ആ കള്ള് ഷാപ്പിലെ സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, കള്ള് കൊണ്ടുവന്ന് ബർസീസയുടെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുകയാ. അവിടുന്ന് ബർസീസ കള്ള് കുടിച്ചു. കള്ള് കുടിച്ചു കഴിഞ്ഞപ്പോ കള്ള് കൊണ്ടുവന്ന് പെണ്ണിന്റെ കയ്യിൽ കയറി പിടിക്കുകയാ. അല്ലാഹുവേ,
കള്ളു കൊടുത്ത പെണ്ണിന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. അല്ലാഹുവേ, അവിടെ നിന്ന് വ്യഭിചരിക്കുകയാ, ആ പെണ്ണിനെ വ്യഭിചരിക്കുകയാണ്. അതാ പെണ്ണിന്റെ ഭർത്താവ് കണ്ടുകൊണ്ട് കയറി വന്നു. ബർസീസയുമായി തല്ലായി. ബർസീസയാ മനുഷ്യനെ തല്ലിക്കൊല്ലുകയാ. മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇബ്ലീസ് വലിയ താടിയൊക്കെ ഇട്ട് ജൊബിയും തുപ്പായൊക്കെ ഇട്ട് വലിയ തഴമ്പൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എനിക്കൂടെ നിസ്കരിക്കാൻ ഇത്തിരി സ്ഥലം തരുമോ? അവിടെ നിന്ന് അനുവാദം കൊടുത്തു. ബർസീസ നോക്കുമ്പോ തീറ്റിയില്ല, കുടിയില്ല, ഉറക്കമില്ല, 24 മണിക്കൂർ നിസ്കാരം. ഇത് കണ്ടപ്പോ ബർസീസ ചോദിച്ചു, ഇതെങ്ങനെ പറ്റുന്നു നിങ്ങളെ കൊണ്ട്? ഇതെങ്ങനാ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്? നിനക്കിങ്ങനെ നിസ്കരിക്കണമെങ്കിൽ നീ ഒരു തെറ്റ് ചെയ്യണം. എന്നിട്ട് അള്ളാഹിനോട് പശ്ചാത്തപിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ഊർജ്ജമുണ്ടാകും. അവിടെ നിന്ന് പറഞ്ഞ് എന്താ, പോയി കള്ളു കുടിക്കാൻ പറഞ്ഞു. പോയി കള്ളു കുടിച്ചു. കള്ളു കുടിച്ചപ്പോ ആ മത്തങ്ങോട്ട് കയറിയപ്പോ കള്ളു കൊണ്ടുവന്ന പെണ്ണിനെ കണ്ടപ്പം കയറി പിടിക്കാൻ തോന്നി. കയറി പിടിച്ചു. പിടിച്ചു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഭർത്താവ് കയറി വന്നത്. ഭർത്താവുമായിട്ട് അടിയുണ്ടായി. ഭർത്താവിനെ കൊന്നു. 3 പാപം ചെയ്തു. കള്ളു കുടിച്ചു, വ്യഭിചരിച്ചു, കൊലപാതകം ചെയ്തു. അതാണ് കള്ള്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അവിടെ നിന്നാ സർവ്വതും തുടങ്ങുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, അവസാനം പട്ടാളക്കാർ വന്ന് ബർസീസയെ പിടിച്ചു കൊണ്ടുപോയി ജയിലിലടച്ചു. അവസാനം കൊല്ലാൻ സമയമായി. ബർസീസയെ കൊല്ലാൻ സമയമായപ്പോൾ ഇബ്ലീസ് ചെന്നിട്ട് ചോദിച്ചു, രക്ഷപ്പെടണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ചെയ്താൽ മതി, ഞാൻ എന്നെ രക്ഷപ്പെടുത്താം. ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം, എന്തേ ചെയ്യേണ്ടത്? എൻ്റെ മുന്നിൽ ഒന്ന് സുജൂദ് ചെയ്താൽ മതി, എൻ്റെ മുന്നിൽ ഒന്ന് സുജൂദ് ചെയ്താൽ മതി. അവസാനം ബർസീസ സുജൂദ് ചെയ്തിട്ട് കാഫിറായി ചത്തുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. അവൻ ഏത് രീതിയിലും നമ്മളെ പിഴപ്പിക്കും. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കാൻ പറഞ്ഞത്. പ്രവാചകന്മാരെ പോലും, കൊലകൊമ്പന്മാരെ പോലും അവൻ മുട്ടുകുത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നത്, നിങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്ക്. ആ ഇബ്ലീസിൽ നിന്ന് രക്ഷപ്പെടാൻ 3 വഴികൾ. ആ ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 3 വഴികളാണ് പറയുന്നത്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ആ 3 വഴികൾ പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവെന്ന് അള്ളാഹു പറഞ്ഞ ഇബ്ലീസ്, ആ ഇബ്ലീസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 3 വഴികൾ അതുകൂടെ പഠിച്ച് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 9:50 ഇൻഷാ അല്ലാഹ്. ചെയ്തരം കൂടി ഇരിക്കല്ലേ? എന്തോ ഒരു പണക്കമുള്ളതുപോലെ 3 സ്വലാത്ത് പറ. സ്വല്ലല്ലാഹു ഇന്നലെ മൈക്ക് പിടിച്ചു, തൊണ്ട നല്ല വേദന. കുറേ നാളുകൾക്ക് ശേഷം ഇന്നലത്തെ മൈക്ക് ക്ലിയറായില്ല, അതുകൊണ്ട് തൊണ്ട മുറിഞ്ഞു. ഉച്ചയ്ക്ക് പെണ്ണുങ്ങളുടെ ക്ലാസ് ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് 19ഓളം പെണ്ണുങ്ങളുണ്ടായിരുന്നു. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ജനുവരി മാസം 2-ാം തീയതിയാണ് സഹോദരിമാരുടെ അടുത്ത ക്ലാസ്. അൽഹംദുലില്ലാഹ് ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ അവർ തുടങ്ങി. ഇൻഷാ അല്ലാഹ് പെണ്ണുങ്ങളൊക്കെ ഇന്നിവിടെ ക്ലാസ്സിന് വന്ന സഹോദരിമാരൊക്കെ അതിൻ്റെ അഡ്മിൻ ഒരു പ്രായമുള്ള ഉമ്മയാണ്. അള്ളാഹു അവർക്ക് ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നമുക്ക് ഗ്രൂപ്പില്ലേപ്പാ? ഷൗക്കണ്ണന്റെ പെങ്ങള ഭാര്യ ആരായിരുന്നു ഗ്രൂപ്പിന്റെ അഡ്മിൻ? പെങ്ങളാ? ഇൻഷാ അല്ലാഹ് പെങ്ങളെ കൂടെ കേട്ടാ കേട്ടാ. ഷൗക്കണ്ണ എന്താ ഇന്ന് സിയാറത്ത് വരുന്നില്ലേ? ഇൻഷാ ഷൗക്കണ്ണ ഒരു ചെറിയ പതുങ്ങലില്ലേ? ഷൗക്കണ്ണം പറയുന്നത്, ഉസ്താദെ ഒന്നീ മോൻ അല്ലെങ്കിൽ ഞാൻ, പക്ഷെ സ്വർഗത്തിൽ അങ്ങനല്ലപ്പാ. ഷൗക്കണ്ണന്റെ പെണ്ണുമ്പിള്ളയെ വീട്ടിൽ കൊണ്ടുവിട്ടാൽ മതി. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം താത്ത വീട്ടിൽ പോയി നിൽക്കട്ടെ. ഇൻഷാ അല്ലാഹ് സിയാറത്തിന് ഉറപ്പായിട്ടും വേണം. നിങ്ങളില്ലെങ്കിൽ ഒരു രസമില്ലപ്പാ. ഷൗക്കണ്ണൻ നല്ല പാട്ട് പാടും കേട്ടാ, നല്ല പാട്ടൊക്കെ പാടാൻ. അൽഹംദുലില്ലാഹ് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തോ ചെറിയ മിസ്റ്റേക്കുകളൊന്നുമല്ലേ ഷൗക്കണ്ണൻ? ഇൻഷാ അല്ലാഹ് പാവട്ടെ. അൽഹംദുലില്ലാഹ് എന്ത് കാര്യത്തിന് ഓടിച്ചാടി നടക്കും. അൽഹംദുലില്ലാഹ് അള്ളാഹു സ്വർഗത്തിലും അദ്ദേഹത്തിന് ഓടിച്ചാടി നടക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. മോൻ വന്നില്ലേ? ഇത് മോനില്ലേ? അപ്പോൾ ഷൗക്കണ്ണൻ്റെ മോൻ വന്നില്ലേ? വന്നില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും സിയാറത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാനുണ്ട്. ശൈത്താൻ വന്ന് തടകിയിട്ട് പറഞ്ഞ് ഇപ്പം പോണ്ടാന്ന്. 35 പേരുണ്ടായിരുന്നു, ഇപ്പോൾ 25 വരെ എത്തി.
ഇനിയിപ്പോൾ എത്ര പേരാണെന്നറിയില്ല. എന്തായാലും വണ്ടി വിളിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പോകേണ്ടവരൊക്കെ വരും. ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊവ്വാഴ്ച രാവിലെ പുള്ളി തിരിച്ചെത്തിയേക്കാം. ഞായറാഴ്ച, നാളെ തിങ്കളാഴ്ച രാത്രി തന്നെ നമുക്ക് തിരിച്ചെത്തണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്താ പോവല്ലേ? ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്ക്ക് പ്രതിഫലമുണ്ട്, പറഞ്ഞോ ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 3 കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാം. 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ. ഇബ്ലീസിന്റെ ചതികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? നമ്മുടെ ഈമാൻ ഉറപ്പിക്കലാണ്. നമ്മുടെ ഈമാനിനെ ഉറപ്പിക്കലും അല്ലാഹുവേ തഖ്വയുമായിട്ടുള്ള ജീവിതമുണ്ടല്ലോ, ഈ ജീവിതത്തിലൂടെ നമുക്ക് ഇബ്ലീസിനെ പരാജയപ്പെടുത്താൻ കഴിയും. ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ മുന്നിൽ പരാജയപ്പെട്ടു പോകും സഹോദരാ. അതിനേറ്റവും വലിയ ഉദാഹരണം ആരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ തഖ്വ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് നമ്മളെ പിഴപ്പിക്കാൻ നോക്കുകയാ. എന്തെങ്കിലും പാപങ്ങൾ ചെയ്ത് ഇബ്ലീസ് നമ്മളെ പിഴപ്പിക്കാൻ നോക്കുമ്പോ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇബ്ലീസ് എങ്ങനെയെങ്കിലും തടകും. അളിയാവാടാ, എന്തെങ്കിലും പാപം ചെയ്യുന്നതിന് വേണ്ടി ഇബ്ലീസ് നമ്മളെ തടകി നമ്മുടെ മനസ്സിനെയൊക്കെ റെഡിയാക്കി കൊണ്ടുപോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അല്ലാഹുവിന്റെ ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ വരും. അള്ളാന്റെ ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ വരും. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ പള്ളിയിൽ നിന്ന് ഇശാ നമസ്കരിച്ചിട്ട് ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് പോകുമ്പോൾ മരത്തിന്റെ ചുവട്ടിൽ ഒളിഞ്ഞിരുന്നിട്ട് ഒരു പെണ്ണ് കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുത്തിട്ട് പറഞ്ഞുടാ, എൻ്റെ മോഹം ഒന്ന് സാധിച്ചതാടാ, എൻ്റെ മോഹമൊന്ന് സാധിച്ചതാ. ഒരു നിമിഷം അവനൊന്ന് പതറി. പക്ഷേ ഉടനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വന്നു, ബോധം കെട്ട് താഴെ വീണു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ നമ്മൾ ഭയന്നു കഴിഞ്ഞാൽ തഖ്വയുള്ള ഒരു ജീവിതം നിങ്ങൾ നോക്ക്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളുടെ ജീവിതം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഉമർ തങ്ങളുടെ ജീവിതം എങ്ങനായിരുന്നു എന്ന് ആ കാട്ടറബികളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഉമർ മുസ്ലിമായെന്ന്. ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞപ്പോ അയൽവാസി പറഞ്ഞത്, ആ നിൽക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും, പക്ഷേ ഖത്താബിന്റെ മകൻ മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അതായിരുന്നു ഉമർ. ആ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞ ഉമർ വരുന്ന വഴിയിലൂടെ പോലും ശൈത്താൻ വരില്ലായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്കേ, ഉമർ നടന്നു വരുന്ന വഴിയിലൂടെ ഇബ്ലീസ് പോലും അല്ലാഹുവേ ഓടിക്കളയും. അതെന്തായിരുന്നു സഹോദരൻ? അവിടെയാ ചിന്തിക്കണ്ടേ. ഉമർ നബിയൊന്നുമല്ലല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം നമുക്കറിയാം. ആ ഉമർ തങ്ങൾ വരുന്ന വഴിയിലൂടെ പോലും അതാ അല്ലാഹ് പറഞ്ഞേ, എനിക്ക് ചില അടിമകളുണ്ടെന്ന്. അല്ലാഹ് അതാ പറഞ്ഞേ, എനിക്ക് ചില അടിമകളുണ്ട്. നീ അവനെ കണ്ട ഓടുമെന്ന് പറഞ്ഞത് വെറുതെ അല്ലല്ലോ. അല്ലാഹു പറഞ്ഞു, എനിക്ക് ചില നല്ല അടിമകളുണ്ട്, നീ അവരുടെ മുന്നിൽ തോറ്റുപോകുമടാ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വരുന്ന വഴിയിൽ കൂടെ പോലും ഇബ്ലീസ് വരത്തില്ലായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അത്രയും പേടി ഇബ്ലീസിന്, അത്രയും പേടി. സഹോദരാ, ഈമാൻ അങ്ങട്ട് ഹൃദയത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി നിന്റെ ഹൃദയത്തിൽ വന്നാ ഇബ്ലീസ് നിന്നെ പിഴപ്പിക്കാൻ നോക്കിയാൽ ഓൻ തന്നെ ഇട്ടിട്ട് പോകും, ഓൻ തന്നെ നിന്റെ മുന്നിൽ തോറ്റുപോകും. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, ശപിക്കപ്പെട്ട ഇബ്ലീസിനെ പരാജയപ്പെടുത്താനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? നിന്റെ വിശ്വാസത്തിന് നീ ഉറപ്പിക്കലാണ്. തഖ്വയുള്ള ജീവിതം കൊണ്ട് നിനക്ക് ഇബ്ലീസിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പടച്ചറപ്പിനെ പേടിച്ചുകൊണ്ട് ജീവിക്കൂ. ഏത് പാപം ചെയ്യുമ്പോഴും നീ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കൂ. ഇതെല്ലാം
ഇതെല്ലാം കാണുന്നവരല്ലയുണ്ട്, ഇതെല്ലാം ചോദിക്കുന്നവരല്ലയുണ്ട്. നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടവനാണല്ലോ. അല്ലാഹുവിന്റെ നരകത്തിന്റെ അവകാശിയായി പോകുമല്ലോ. മോനെ, വൃത്തികേടുകൾ ചെയ്യുമ്പോ, ഫോണിലൂടെ മോശമായത് സംസാരിക്കുമ്പോ, മോശമായത് കാണുമ്പോ, മോശമായത് പറയുമ്പോ, മോശമായത് പിടിക്കുമ്പോ, മോശത്തിലേക്ക് നടക്കുമ്പോ നീ ചിന്തിക്കണമല്ല, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മരിച്ചുപോയാൽ അല്ലാഹുവേ എന്റെ സർവ്വതും നഷ്ടപ്പെട്ടു പോകുമല്ലോ. വൃത്തികേടുകൾ പടച്ചവനെ, ചന്ദനക്കുടം കാണുന്നതിന് വേണ്ടി ബൈക്കിൽ ചങ്ങനാശ്ശേരിയിലേക്ക് പോകുന്ന വഴിയിലൊന്ന് വണ്ടി തട്ടി വീണുപോയാ ഹസ്റത്ത് ദുനിയാ വൽ ആഖിറ, എന്റെ ദുനിയാവും ആഖിറവും പോയല്ലോ അല്ലാഹ്. ഒന്ന് ചിന്തിക്ക് ചെറുപ്പക്കാരാ, മോശമായ കാര്യങ്ങളിലേക്ക് പോകുന്ന വഴിയിലാണ് നിന്റെ മരണമെങ്കിലും നിനക്ക് രക്ഷപ്പെടാമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് അല്ലാഹനെ ഓർക്ക്, അല്ലാഹനെ കുറിച്ച് ചിന്തിക്കൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ കുറിച്ച് ഭയന്നു കഴിഞ്ഞാൽ ശൈത്താനെ പിഴപ്പിക്കാൻ നോക്കുമ്പോ അല്ലാഹു തന്നെ ഓർമ്മ തന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. 2, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ആ ഇബ്ലീസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ വഴി എന്താ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഇബ്ലീസിനെ പരാജയപ്പെടുത്താനുള്ള രണ്ടാമത്തെ വഴി നമസ്കാരമാ. പേടിയാടാ ചെറുപ്പക്കാരാ, ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ പേടി എന്തെന്നറിയുമോ? സുജൂദ് ചെയ്യുന്നത് ഇബ്ലീസിന് പേടിയാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് തന്റെ അടിമ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത്. ഇബ്ലീസിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാ ആ മനുഷ്യൻ അടിമകൾ സുജൂദ് ചെയ്യുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരാ, നമസ്കാരം ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ആ നമസ്കാരം ഇബ്ലീസിനെ പരാജയപ്പെടുത്തുന്ന കാര്യമാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ പറഞ്ഞു പള്ളിക്കകത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ പള്ളിക്കകത്ത് വന്ന് നമസ്കരിക്കുന്നത്. നമസ്കാരം കഴിഞ്ഞു പോകുമ്പോ സ്വഹാബത്ത് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആ ചെറുപ്പക്കാരൻ മോഷണം നടത്തുന്നവനാ, ആ ചെറുപ്പക്കാരൻ കള്ളനാണ് നബിയേ. റസൂലുള്ളാഹി പറഞ്ഞു, വിട്ടേക്ക് സഹാബാ, ഇന്ന സ്വലാത്ത, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, നമസ്കാരം ആ മനുഷ്യനെ നന്നാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരൻ പള്ളിക്കകത്ത് കയറി നിസ്കരിക്കുക. ഇത് കണ്ടപ്പോ സഹാബികൾ പറഞ്ഞു, നബിയെ കള്ളനാ നബിയെ, ആ ചെറുപ്പക്കാരൻ മോഷ്ടിക്കുന്നവനാ നബിയെ. നബി പറഞ്ഞു, വെറുതെ വിട്ടേക്കാൻ, എന്തേ നിസ്കാരം ഉണ്ടല്ലോ നേരെയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാരണം നിസ്കാരം ഏത് മോശമായവനെയും ഒരു ദിവസം നന്നാക്കും. അല്ലാഹു നമ്മളെയും നന്നാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്ലീസ് പരാജയപ്പെട്ടു പോകും. നിങ്ങൾക്ക് ചരിത്രം കാണാം. മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു, മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ സുബഹി നമസ്കരിക്കാൻ വേണ്ടി പള്ളി വന്നപ്പോൾ ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു. പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോ ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു പോയി. മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു കരയാൻ തുടങ്ങി. ഒറ്റ വഖത്തല്ല, ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു പോയപ്പോ നമ്മുടെ എത്ര സുബഹി പോയിരിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമുക്ക് വല്ല വേദന ഉണ്ടോപ്പാ? എടാ, നമ്മൾ എത്രയോ സുബഹി ഉറങ്ങി തീർത്തിരിക്കുന്ന, ചുമ്മാതിരുന്ന് തീർത്തിരിക്കുന്ന, നിസ്കരിച്ചിട്ടില്ല. ഈ സഹാബിയുടെ ഒരു റക്അത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു പോയി. വന്നപ്പോഴത്തേക്ക് ഇമാമ സുജൂദിൽ പോയി. പടച്ചവനെ, ഈ സഹാബി കരയാൻ തുടങ്ങി. കരഞ്ഞ് കരഞ്ഞ് വേദനിച്ച് ഈ സഹാബി ഇങ്ങനെ നടക്കുക. കുറെ കാലം കൊണ്ടേ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുക. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന് വലിയ സങ്കടം, എൻ്റെ ഒരു റക്അത്ത് പോയല്ലോ, എൻ്റെ ഒരു സുബഹിയുടെ ഒരു റക്അത്ത് പോയല്ലോ. ഇങ്ങനെ ഈ ചങ്ങാതി കരഞ്ഞുകൊണ്ട് നടക്കുക. ഈ സഹാബി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടന്നു. അങ്ങനെ ഒരിക്കൽ ഒരു യാത്ര കഴിഞ്ഞ് വരികയാണ്. ഒരു യാത്ര കഴിഞ്ഞിങ്ങനെ ഒരു 12 മണിയെല്ലാം കഴിഞ്ഞ് വെളുപ്പാങ്കാലത്തിനോട് അടുത്ത സമയത്ത് ഈ സഹാബി യാത്ര കഴിഞ്ഞിങ്ങനെ വരികയാ. അപ്പൊ ചിന്തിച്ചു, അല്ലാഹുവേ, വീട്ടിൽ പോയാൽ കടന്നുറങ്ങിപ്പോകും, നിസ്കാരം പോകും. നേരത്തെ ഒരു റക്അത്ത് തന്നെ പോയപ്പോൾ വല്ലാത്ത പ്രയാസം, അതിന്റെ വേദന മനസ്സിലുണ്ട്.
അപ്പൊ അതുകൊണ്ട് മുആവിയ റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ച്, ഞാൻ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ നിസ്കാരം ചിലപ്പോൾ ഉറങ്ങിപ്പോകും, അതുകൊണ്ട് പോകുന്നില്ല. പള്ളിയുടെ സൈഡിൽ തന്നെ കടന്നു. പള്ളിയുടെ പുറത്തൊരു മരുഭൂമിയിൽ പള്ളിയുടെ പരിസരത്ത് തന്നെ മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു കടന്നു. നല്ല ഉറക്കം കഴിഞ്ഞപ്പോ ഉറക്കത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റു. ആരാ ബാങ്ക് വിളിക്കണേ ഈ സമയത്ത്? ആരാ എന്നെ വിളിക്കണേ? ചാടി എഴുന്നേറ്റ് നോക്കുമ്പോ ബാങ്ക് വിളിക്കാനുള്ള സമയമായിട്ടില്ല. പിന്നെ ആരാ അല്ലാഹ് ബാങ്ക് വിളിച്ചേ? അപ്പൊ നോക്കുമ്പോ ഒരാൾ പറഞ്ഞു, ഞാനാ വിളിച്ചേ. നീ ആരാടാ? ഞാൻ ഇബ്ലീസ. എടാ നീ എന്തിനാ എന്നെ വിളിച്ചേ? ഇബ്ലീസ് സാധാരണ ചെയ്യുന്ന എന്താ? നിസ്കരിക്കാൻ വിടുവോ? താരാട്ട് പാടിയിട്ട് ഉറക്കമല്ലേ ചെയ്യാ? ഇല്ലേ മനുഷ്യന്മാരെ? നമ്മളെ സുബൈക്ക് നിസ്കരിക്കാൻ ഇബ്ലീസ് വിളിച്ചു വിടുന്നില്ല. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ അടുത്ത് നിന്ന് ബാങ്ക് വിളിച്ചു. ചാടി എഴുന്നേറ്റു. അപ്പൊ ചോദിച്ചു, ബാങ്ക് വിളിക്കാൻ സമയമായില്ലല്ലോടാ, പിന്നെന്തിനാ നീ എന്നെ വിളിച്ചുണർത്തിയേ? നീ ഇബ്ലീസല്ലേ? നീ ഇതൊന്നും ചെയ്യാത്തവനല്ലേ? അപ്പൊ പറഞ്ഞത്, നീ അന്നൊരു റക്അത്ത് വിട്ടതിന്റെ പേരിൽ കരഞ്ഞു ദുആ ചെയ്ത് നീ അള്ളാഹുടെ മുന്നിൽ ഒരുപാട് സ്ഥാനമെത്തി. ഇനി ഇതും കൂടെ മുടങ്ങിയിട്ട് വേണം, നിന്നെ പിന്നെ എനിക്ക് പിടിച്ചാൽ കിട്ടൂലെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ഈ സഹാബി കരഞ്ഞ് അള്ളാഹിന്റെ അടുക്കലെത്തി. ഒരുപാട് ദറജ അള്ളാഹു കരഞ്ഞു കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ ഒരുപാട് സ്ഥാനം അള്ളാഹു കൊടുത്തു. ഇനി ഈ വക്കത്തും കൂടെ മുടങ്ങിപ്പോയാൽ നീ പിന്നെ പിടിച്ചാൽ എനിക്ക് കിട്ടത്തില്ല, അതുകൊണ്ട് ഏറ്റവും നല്ലത് നീ നിസ്കരിക്കാനാണെന്ന് പറഞ്ഞ് വിളിച്ചുവിട്ടു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഇതുപോലൊരു ചരിത്രം മസ്ജിദ് നബവിക്കകത്ത് നോക്കുമ്പോ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുകയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോൾ ഇബ്ലീസ് പോയിട്ട് വിളിക്കുന്നിടാ, ചങ്ങാതി എഴുന്നേറ്റ് നിസ്കരിക്കണം, എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് പറഞ്ഞ് ഇബ്ലീസ് വിളിച്ചുണർത്തുകയാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതത്തോട് കൂടി, നീ എന്തിനാ അവനെ വിളിച്ചുവിട്ടെ? തഹജ്ജുദ് നിസ്കരിക്കുന്നത് തന്നെ മുടക്കാനല്ലേ നീ നോക്കുന്നത്? എന്തിനാണ് ഈ മനുഷ്യനെ വിളിച്ചു വിട്ടെന്ന് ചോദിക്കുമ്പോൾ, അള്ളാഹുവേ, ഇന്നലെ ഇവൻ കിടന്നുറങ്ങി. ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദിക്റും നിസ്കാരവും ദുആയും ആയിരുന്നു. ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്ന് ഉറങ്ങിപ്പോയതിന്റെ പേരിൽ അള്ളാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്തു ഒരുപാട് നിസ്കരിക്കുകയും ചെയ്തു. അള്ളാഹ് ഇവന്റെ എല്ലാ പാവവും പുറത്തു കൊടുത്തു. അപ്പൊ പിന്നെ ഇന്നും മുടങ്ങിയ ഇവൻ അതിനേക്കാളും നല്ല നിസ്കരിക്കല, വിളിച്ചു വിട്ടു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്രയോ ചരിത്രങ്ങൾ. മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു, അബൂ ഹനീഫ തങ്ങളുടെ മുന്നിൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ കുറച്ചു പൈസ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടു, എവിടെയാണെന്ന് ഓർമ്മ വരുന്നില്ല, വല്ല ദിക്റും വല്ലതും ഉണ്ടോ? അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, നടാ ചങ്ങായി, ഫിഖ്ഹിന്റെ മസല വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുക, എനിക്കിതൊന്നും അറിയില്ല. ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല തങ്ങൾ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ, നീ പോയി നിസ്കരിക്കടാന്ന് പറഞ്ഞു. നീ പോയി നിസ്കരിക്കാൻ പറഞ്ഞു. ഈ മനുഷ്യൻ പോയി ഒതുവെടുത്തിട്ട് നിസ്കരിക്കാൻ തുടങ്ങി. 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരത്തിൽ ഇങ്ങനെ രണ്ടാമത്തെ റക്അത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇബ്ലീസ് വന്ന് പറഞ്ഞു കൊടുത്ത്, ഇന്ന സ്ഥലത്ത് കിടപ്പുണ്ടെന്ന്, നിന്റെ പൈസ ഇന്ന സ്ഥലത്താണ് കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന് കാണിച്ചു കൊടുത്തു. ഈ മനുഷ്യൻ പോയി പൈസയും എടുത്തുകൊണ്ട് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറ്റത്ത് വന്നിട്ട് ചോദിച്ചു, തങ്ങളെ നിസ്കരിച്ചാൽ കിട്ടുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന്. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, നീ 2 റക്അത്ത് നമസ്കരിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെയും നിസ്കരിക്കും. അപ്പൊ ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഇബ്ലീസിന് ഇഷ്ടമല്ല, അതുകൊണ്ട് അവൻ തന്നെ വന്ന് പറഞ്ഞു കൊടുത്തേന്ന്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളങ്ങനല്ല, കൈകെട്ടിക്കഴിഞ്ഞാൽ പൈസ കിട്ടാനുള്ളത് ഓർമ്മ വരും. ഒരു സാധനം മറന്നു വെച്ചുപോയി, ആരോ ചോദിച്ച് താക്കോൽ എവിടെ വെച്ച് മറന്നുപോയി, മനസ്സിലാവുന്നില്ല, നീ കൈകെട്ടി 2 റക്അത്ത് നിസ്കരിക്കാൻ ഓർമ്മ വരും. അതങ്ങനെ സഹോദരങ്ങളെ, കാരണം ഇബ്ലീസിന് ഇഷ്ടമില്ലാത്ത കാര്യമാ സുജൂദ് ചെയ്യുക. സുജൂദ് ചെയ്യുമ്പോൾ ഇബ്ലീസിന്റെ നെഞ്ചു പിളരും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇബ്ലീസിനെ പരാജയപ്പെടുത്താൻ കഴിയുന്ന വഴിയാണ് കസറത്തു സുജൂദ്, സുജൂദുകൾ അധികരിപ്പിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുക. ഇബ്ലീസിനെ പരാജയപ്പെടുത്തുന്ന കാര്യം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം, ഈമാൻ ഉറപ്പിക്കണം, അള്ളാഹുവിൽ വിശ്വാസം ഉറപ്പിക്കണം, തഖ്വയുള്ള ജീവിതം. 2, 5 നേരത്തെ നിസ്കാരം. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരുപാട് നിസ്കരിക്കണം, നേരത്തെ കാലത്ത് പോയി കിടന്നുറങ്ങണം, സുബഹിയൊക്കെ ഖളാ ആക്കാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കും.
ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? കാന അടിച്ചിട്ടല്ല, ചോറുണ്ടിട്ടല്ല. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖീലു ഫഇന്ന ശൈത്താന ലാ യഖീലു ഖാല നബിയുനാ റസൂലുള്ളാഹി. ഉച്ച സമയത്ത് ഒരു ഉറക്കമുണ്ട്. നമ്മളെപ്പോഴാണ് ഉറങ്ങണം? സുബൈക്ക് ശേഷം. സുബൈക്ക് ശേഷമുള്ള ഉറക്കം അത് നിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുത്തി കളയുന്ന ഉറക്കമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പക്ഷെ ഈ ളുഹറിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരു ഉറക്കമുണ്ട്. ഉറങ്ങിയിട്ടുണ്ടാ? ളുഹറിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉച്ച സമയത്ത് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ, ഞങ്ങൾ മദ്രസയിൽ പഠിക്കുമ്പോൾ ഏകദേശമുള്ള എല്ലാ കോളേജുകളിലും 11:30 ക്ലാസ് കഴിയും. 11:30 ക്ലാസ് കഴിയും. പിന്നെ ബാങ്ക് വിളിക്കുന്നത് വരെ ഉറക്കമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉച്ച ഉറക്കം നല്ലതാണ്. നിങ്ങൾ ഉച്ച ഉറക്കം നിങ്ങൾ ഉറങ്ങണം. കാരണം ഫഇന്ന ശൈത്താന അല്ലാ യഖീലു, ആ സമയത്ത് ഇബ്ലീസ് ഉറങ്ങാത്ത സമയമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇബ്ലീസ് ആ സമയത്ത് ഉറങ്ങാനില്ല, അപ്പോൾ ഇബ്ലീസ് ബിസിയിലാണ്. അതുകൊണ്ട് ആ സമയത്തുള്ള ഉറക്കം, ഉച്ച സമയത്തുള്ള ഉറക്കം നല്ലതാ. സുബഹിക്ക് ശേഷമുള്ള ഉറക്കം, അസറിന് ശേഷമുള്ള ഉറക്കം അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരുന്നതാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അസറിന് മുമ്പ് ഇത്തിരി ഉറക്കം അല്ലേ? മഗ്രിബിന്റെ മുമ്പ് വരെ ഉറങ്ങേണ്ട സമയമല്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ അത് ഇബ്ലീസിനെ വല്ലാതെ വേദനിപ്പിക്കും. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറ ഏത് വീട്ടിൽ ഓതുന്നുണ്ടോ ആ വീട്ടിൽ നിന്ന് ഇബ്ലീസ് പുറത്താ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ആയത്തുൽ കുർസി ഓതണം. അതുകൊണ്ടാണ് പഴയ ആൾക്കാർ വീട് പൂട്ടിയിട്ട് പോകുമ്പോൾ ആയത്തുൽ കുർസി ഓതിയിട്ട് പോകുന്നത്. കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതി ചുറ്റുഭാഗം മുഴുവനും വളയം ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ. കാരണം മരണമല്ലാതെ വേറൊന്നും നിന്നെ തേടി വരില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരാൾ കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി, അതാ കുട്ടികൾ കിടന്നുറങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതാൻ പറയുന്നത്. വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് ആയത്തുൽ കുർസി ഊതാൻ പറയുന്നത് വെറുതെ അല്ല. മരണമല്ലാതെ വേറൊന്നും വരില്ല, ഒരു ശൈത്താനും വരില്ല, ഒരു ഇടജന്തുവും വരില്ല. ആയത്തുൽ കുർസി, അതാണ് വലിയ മഹത്വം. ഇത് പറഞ്ഞത് ഇബ്ലീസ് തന്നെയാ. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചരിത്രത്തിൽ കാണാം, അമാനത്ത് ഗനീമത്ത് സ്വത്ത്, അമാനത്തിന്റെ സ്വത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി, കാവൽ നിൽക്കുന്നതിന് വേണ്ടി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ പ്രവാചകൻ കാവൽക്കാരനായിട്ട് നിർത്തി. രാത്രി നോക്കുമ്പോ ഒരാൾ പതുങ്ങി വന്നിട്ട് വാരുകയാ. ഉടനെ അബൂ ഹുറൈറ തങ്ങൾ കയറി പിടിച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ പോകാം, കള്ളനാണല്ലോ, ശിക്ഷ മേടിച്ചു തരാം. അബൂ ഹുറൈറ, പാവപ്പെട്ടവനെ എന്നെ വെറുതെ വിടണം. എന്റെ ഭാര്യയും മക്കളും പട്ടിണിയാ, ഗതികേട് കൊണ്ട് വന്നതാ അബൂ ഹുറൈറ. ഉടനെ പറഞ്ഞു, എന്നാ ഇട്ടിട്ട് പോ, നിന്നെ വിട്ടേക്കൊന്ന്. വെറുതെ വിട്ടു. രണ്ടാമത്തെ ദിവസവും ഇതുപോലെ വന്ന് മോഷണം നടത്തി. അപ്പോഴും പിടിച്ചു, അപ്പോഴും കരഞ്ഞു. അബൂ ഹുറൈറ പാവപ്പെട്ട സ്വഹാബിയ, പട്ടിണി കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ മനുഷ്യന്റെ കരച്ചിൽ കണ്ടപ്പോൾ വെറുതെ വിട്ടു. പക്ഷേ മൂന്നാമത്തെ ദിവസവും വന്നു. അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, നിന്നെ ഞാൻ 2 പ്രാവശ്യം വിട്ടതാ, ഇനി വിടൂല. ഇനി നീ എന്തു പറഞ്ഞാലും ഞാൻ വിടൂല. ആ സമയത്ത് ആ മനുഷ്യന് മനസ്സിലായി അബൂ ഹുറൈറ എന്നെ വെറുതെ വിടില്ല എന്ന്. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിനക്കൊരു ഇൽമു പറഞ്ഞു തരാം. കാരണം അബൂ ഹുറൈറയ്ക്ക് ഇൽമെന്ന് പറഞ്ഞ വലിയ മഹബത്ത. ഞാൻ നിനക്കൊരു അറിവ് പറഞ്ഞു തരാം. ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു തരാം. ഈ ആയത്ത് ഓതിയ ഇബ്ലീസിന്റെ ശല്യം മാറും. ഈ ഒരൊറ്റ ആയത്ത് നീ ഓതിയ ഇബ്ലീസിന്റെ ശല്യം മാറും. അബൂ ഹുറൈറ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, മനുഷ്യനെ വെറുതെ വിട്ടു. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, കള്ളനെ നീ വെറുതെ വിട്ടു ഇല്ലേ? നബിയെ 2 പ്രാവശ്യം അവൻ കരഞ്ഞപ്പോൾ വെറുതെ വിട്ടു. പക്ഷേ 3ാമത്തെ പ്രാവശ്യം ഞാൻ കൊണ്ടുവരണമെന്ന് ഉറപ്പിച്ചതാ. പക്ഷെ അവ എനിക്കൊരു അറിവ് പറഞ്ഞു തന്നു നബിയെ. അവൻ ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു തന്നു. അത് ഓതിക്കഴിഞ്ഞാൽ ഈ ശൈത്താന്റെ ഉപദ്രവം മാറുമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അവൻ ആരാണെന്ന് നിനക്കറിയുമോ? എനിക്കറിയില്ല നബിയെ, അത് ഇബ്ലീസ് ആയിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിനക്ക് ഈ അറിവ് പറഞ്ഞു തന്നാരാ? ഇബ്ലീസാ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു കൊടുത്തത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്ത്, ആയത്തുൽ കുർസി.
ആയത്തുൽ കുർസി ഏതെങ്കിലും മനുഷ്യന് പാരായണം ചെയ്താൽ ശൈത്താന്റെ ഉപദ്രവം മാറും. നിന്റെ വീട്ടിലോത്, നിന്റെ വാഹനത്തിലോത്, നിന്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സമയത്തോത്, നീ വീട് പൂട്ടിയിട്ട് പോകുമ്പോൾ ഓത്, നിന്റെ വാഹനത്തിനകത്ത് കയറുമ്പോൾ, നിന്റെ കടയ്ക്കകത്ത് കയറുമ്പോൾ, നീ കടയടയ്ക്കുമ്പോൾ, കച്ചവടത്തിന്റെ സമയത്ത് ഈ ആയത്ത് നീ ഓത്. ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു നിന്നെ കാത്തിരക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇബ്ലീസ. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇബ്ലീസ. അതുകൊണ്ട് നീ ആ ഇബ്ലീസിനെ നീ വല്ലാതെ പേടിക്കണം. നീ അവനോട് യുദ്ധം ചെയ്യണം. മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറയുന്ന ഉസ്താദ്, ജനങ്ങൾ മുഴുവനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത വെക്കുകയാണ്. അവർ പരസ്പരം അക്രമം കൊലയും നടത്തുകയാണ്. ഞാൻ അപ്പോഴാണ് അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്ത് കാണുന്നത്, ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവാ. ശത്രുതയുണ്ടാക്കുന്നത് ഇബ്ലീസാണ്. അവൻ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. അതുകൊണ്ട് ഉസ്താദേ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാണെന്ന്. അവനാണ് ശത്രുത പരത്തുന്നത്. അവനാണ് മനുഷ്യനെ നരകത്തിലെത്തിക്കുന്നത്. അവനാണ് മനുഷ്യനെ പിഴപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവനോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. എന്റെ ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാ. അങ്ങയിൽ നിന്ന് ഞാൻ പഠിച്ച ഏഴാമത്തെ അറിവ് ഇതാണെന്ന് മഹാനായ ഹാത്തിമുൽ അസ്സം തങ്ങളെ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാണ്. അവനെ പരാജയപ്പെടുത്തണേ. അവന്റെ ചതിയിൽ പെട്ടുപോകരുത്. അവന്റെ ചതിയിൽ നീ പെട്ടുപോകരുത്. അവൻ ഓരോ ദിവസവും നിന്റെ ചാരത്ത് കടന്നു വരികയാണ്. ഒരു നിമിഷം പോലും പാഴാക്കാതെ എന്റെ പ്രിയമുള്ളവരെ, ഏതുവരെയെന്നറിയുമോ? ഏതുവരെയാണ് ഇബ്ലീസ് നമ്മുടെ ചാരത്ത് വരുന്നതെന്നറിയുമോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയമുണ്ടല്ലോ, സക്കറാത്തിന്റെ അവസ്ഥയിൽ ഞാനും നിങ്ങളും മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അവൻ നമ്മളെ വെറുതെ വിടുന്നില്ല. അവൻ നമ്മളെ വെറുതെ വിടുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മരണത്തിന്റെ സമയത്ത് ഞാനും നിങ്ങളും സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ, ആ സമയത്തിന് ശപിക്കപ്പെട്ട ലഅനത്താക്കപ്പെട്ട ഇബ്ലീസുണ്ടല്ലോ, അവനും അവന്റെ അനുയായികളും കടന്നു വരികയാണ്. ഇബ്ലീസും തന്റെ മക്കളും കടന്നു വരികയാണ്. മരണത്തോടെ മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ചാരത്ത് കടന്നു വരികയാ. ആ സമയത്താണ് നമ്മുടെ ചാരത്തിരുന്നിട്ട് നമ്മുടെ മക്കള് പറഞ്ഞു തരുന്ന പറവിപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ശഹാദത്ത് കലിമ എവിടെന്ന് പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവര്, ആ സമയത്ത് ശപിക്കപ്പെട്ട ലഅനത്താക്കപ്പെട്ട ഈ വൃത്തികെട്ടവനുണ്ടല്ലോ, ആ മരിക്കാൻ കിടക്കുന്ന നമ്മുടെ ചാരത്തില് നിന്റെ മരിച്ചുപോയ വാപ്പയുണ്ടല്ലോ, നീ വല്ലാതെ സ്നേഹിച്ച നിന്റെ ഉമ്മയുണ്ടല്ലോ, മരിച്ചുപോയ മാതാപിതാക്കളുടെ രൂപത്തില് നമ്മുടെ ചാരത്ത് വരികയാണ്. കയ്യിൽ വെള്ളം പിടിച്ചിട്ടുണ്ട്, കയ്യിൽ വെള്ളം പിടിച്ചിട്ടുണ്ട്. ചുണ്ടിന്റെ ഭാഗത്തേക്ക് വെള്ളം കൊണ്ടുവന്ന് കാണിച്ചിട്ട് അവൻ പറയുന്നു, മോനെ, വാപ്പയാ പറയുന്നത്, ഉമ്മയാണ് പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ, എങ്കിലും നീ നഷ്ടപാടിയായി പോകുമടാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ നീ നരകത്തിന്റെ അവകാശിയായി പോകുമടാ. നീ പഴച്ചവനായി പോകുമടാ. വാപ്പയാണ് പറയുന്നത്, ഉമ്മയാണ് പറയുന്നത്, കുടിക്കാൻ വെള്ളം തരാമടാ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തെ നിമിഷം പോലും നമ്മളെ പരാജയപ്പെടുത്താൻ അവർ പരിശ്രമിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് പറയുമ്പോ, ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടണോ? ആ സമയത്ത് അല്ലാഹുവിന്റെ സഹായം വേണോ? ജീവിച്ചിരിക്കുന്ന കാലത്തവനെ പരാജയപ്പെടുത്താൻ കഴിയണം. അവനെ പരാജയപ്പെടുത്താൻ കഴിയണം. എത്ര കൂടെ നടന്നാലും അവനെ തോൽപ്പിക്കാൻ കഴിയണം. എന്റെ പ്രിയമുള്ളവരെ, തെറ്റുകൾ
നിന്ന് ഒഴിയാൻ കഴിയണം. എത്ര വലിയ അവസരങ്ങൾ കടന്നു വന്നാലും ആ അവസരങ്ങൾ മുഴുവനും തട്ടി നീക്കാൻ കഴിയണം. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ കഴിയണം. അല്ലാതെ മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ നമ്മൾ കിടന്ന് പിടയുന്നത് കാണുമ്പോ, ഈമാനില്ലാതെ ചത്തുപോകുന്നത് കാണുമ്പോ അവൻ നിന്ന് ചിരിക്കുകയാ, അവൻ നിന്ന് ആസ്വദിക്കുകയാ. എങ്കിൽ ഈമാനോടുകൂടി ഒരു മനുഷ്യന് മരിക്കുന്നത് കണ്ടാൽ അവൻ അടുത്ത് വന്ന് നിന്നിട്ട് നമ്മുടെ ഈമാനെ തട്ടിപ്പറിക്കാൻ നോക്കുമ്പോ, പോടാ ശപിക്കപ്പെട്ടവരെ, പോടാ ശപിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിയോടിയിട്ട് അവനെ ആട്ടിപ്പായിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഈമാനോടുകൂടി മരണപ്പെട്ട കരയും ചെറുപ്പക്കാരാ, നെഞ്ചുപൊട്ടിയിട്ട് കരയുമടാ. ഞാനും നിങ്ങളും ഈമാനോടുകൂടി മരിക്കുന്നത് കാണുമ്പോ അയകനാട് ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് അവസാനത്തെ നാവ് കൊണ്ട് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞിട്ട് മരിക്കുമ്പോ ഇബ്ലീസ് കരയുകയാ. അള്ള പറഞ്ഞ അടിമ ഇവനാണല്ലോ, അള്ള പറഞ്ഞ അടിമ, ഞാൻ തോറ്റുപോകുമെന്ന് അല്ലാഹു പറഞ്ഞ അടിമ ഇവനാണല്ലോ. ഇവന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയല്ലോ, ഇവന്റെ മുന്നിൽ ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ. നമ്മുടെ മുന്നിൽ തോൽവി സമ്മതിക്കുകയാണ്. തോറ്റുപോയതിന്റെ പേരിൽ അവൻ കരയുകയാണ്, തോറ്റുപോയതിന്റെ പേരിൽ അവൻ കരയുകയാ. അവൻ നെഞ്ചുപൊട്ടി കരയുന്നത് കാണാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഖാതിമുൽ അസമ്മ തങ്ങള് 33 വർഷം കൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനിൽ നിന്ന് പഠിച്ച 7ാമത്തെ അറിവെന്താ? ഇന്ന ശൈത്വാന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവാ. ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാ, ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാ. അതുകൊണ്ട് അവനോട് യുദ്ധം ചെയ്യൂ, അവനെ പരാജയപ്പെടുത്തൂ, അവനോട് പോരാടൂ, അവനെ തോൽപ്പിക്കൂ. എങ്കിലും ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ. പടച്ചറപ്പേ, അവന്റെ ചതിയിൽ നിന്ന് നിങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ഏതെങ്കിലും പാപത്തിലേക്ക് പെട്ടുപോകുമ്പോ നിന്നെ കുറിച്ചുള്ള ഓർമ്മ വന്ന് നിങ്ങളെ സഹായിക്കണേ അല്ലാഹ്, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്, ശൈത്താന്റെ അടിമകളാക്കല്ലേ അല്ലാഹ്. ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. നീ ആദരിച്ച, നീ ഇഷ്ടപ്പെട്ട നിന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, 7ാമത്തെ ഇൽമിതാണ്, 7ാമത്തെ ഇൽമിതാണ്. മഹാനായ ശഖീഖുൽ ബൽഖ് തങ്ങളുണ്ടല്ലോ, കണ്ണ് നിറയുകയാ, അവിടത്തെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. പഠിച്ചവരെ, എന്റെ അടിമ ഇത്രയും നല്ലവനായിരുന്നു, എന്റെ ശിഷ്യൻ ഇത്രയും വലിയ പണ്ഡിതനായിരുന്നു. ശഖീഖുൽ ബൽഖിയുടെ കണ്ടനം നിറയുകയാണ്. അവിടെന്ന് ചോദിക്കുന്നു, മോനെ 8ാമത്തെ മസല എന്താ? 8ാമത്തെ മസല എന്താ? ജീവിതത്തിൽ മാറ്റം വരുന്ന 8 നന്മകളാ. അല്ലാഹുവേ, പഠിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ഉസ്താദിന്റെ കണ്ണുപോലും നിറഞ്ഞുപോയി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 8 എന്നെങ്കിലും പറഞ്ഞു നിർത്താൻ തീരുമാനിച്ച, പക്ഷെ പറ്റിയില്ല. ഇന്നെങ്കിലും ഇത് നിർത്താൻ തീരുമാനിച്ചു, കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. കേവലം ഒരെണ്ണം പറഞ്ഞ് അവസാനിപ്പിക്കലല്ല, കേവലം ഒരെണ്ണം പറഞ്ഞ് അവസാനിക്കലല്ല, ഓരോ കാര്യവും പറയേണ്ട രീതിയിൽ വിശദീകരിച്ച് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അപ്പോൾ അൽഹംദുലില്ലാ 3.25 ലക്ഷം സ്വലാത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അള്ളാഹു അത് മുഴുവനും സ്വീകരിക്കുമാറാകട്ടെ. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ഷരീഫിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു പടച്ചവൻ ആ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റഹ്മു റഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ദയാലുവായ അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഉദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല അല്ലാ. ഞങ്ങളെ തെരഞ്ഞെടുത്തത് നീയാ അല്ലാ. ഞങ്ങൾ നിന്റെ മുന്നിലേക്ക് നീട്ടുന്ന ഈ കരങ്ങളെ നീ തട്ടല്ലേ അല്ലാ. ഇത് ഞങ്ങളുടെ യാചനയാണ് റബ്ബേ. ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ, നന്ദികേട് കാണിച്ചു പോയി റബ്ബേ, പിഴവുകൾ സംഭവിച്ചു പോയി റബ്ബേ. ഇബ്ലീസ് ചതിച്ചതാ അല്ലാ, സാഹചര്യം പാപങ്ങളിൽ എത്തിച്ചതാ അല്ലാ. കുറ്റബോധമുണ്ട് റഹ്മാനെ, ഇനി മടങ്ങില്ലെന്നുള്ള തീരുമാനമുണ്ട് പടച്ചവനെ. ഞങ്ങൾക്കൊരവസരം താ റഹ്മാനെ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുതാ അല്ലാ. നീ ഗഫൂറല്ലേ അല്ലാ, നീ റഹീമല്ലേ അല്ലാ, നീ കാരുണ്യവാനല്ലേ അല്ലാ, നീ ദയാലുവല്ലേ അല്ലാ. നിന്നെക്കാരും പൊറുക്കുന്ന ആരുമില്ലല്ലോ അല്ലാ. നീ ഞങ്ങളുടെ റബ്ബാണല്ലോ അല്ലാ, ഞങ്ങൾ നിന്റെ അടിമയാണല്ലോ അല്ലാ. നീ ആട്ടിയാ ഞങ്ങൾ എവിടെ പോകാനാ അല്ലാ. കൈവിടല്ലേ അല്ലാ, കൈവിടല്ലേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുതാ റഹ്മാനെ. ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ ഹജ്ജ് ചെയ്തു വരുന്ന ഹാജിയെ പോലെ ഞങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാ. ഈ പോകുന്ന വഴിയിൽ മരിച്ചാ സ്വർഗം തരണേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിൻ്റെ അകത്താണ് റബ്ബേ അല്ലാ. അവര് മണ്ണിൻ്റെ അടിയിൽ അവസ്ഥ ഞങ്ങൾക്കറിയില്ല റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാ അല്ലാ, ഒരുപാട് പട്ടിണി കിടന്നവരാ അല്ലാ. ഞങ്ങളുടെ ശരീരം അവരുടെ സമ്പാദ്യമാ അല്ലാ. അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ മണ്ണറ മണിയറയാക്കണേ തമ്പുരാനെ. അവരോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരെ നീ വേദനിപ്പിക്കല്ലേ അല്ലാ. വീടിൻ്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അവരുടെ പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാ അല്ലാ. രോഗം തരുന്നവൻ നീയാണ് റബ്ബേ. അത് മാറ്റാൻ നിനക്കൊരു മരുന്നും വേണ്ടല്ലോ അല്ലാ. ശിഫദാ അല്ലാ, ആഫിയത്ത് ദാ അല്ലാ. അറുത്ത് മുറിക്കല്ലേ അല്ലാ. കരുണ കാണിക്ക് റബ്ബേ, കൈവിടല്ലേ റബ്ബേ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗങ്ങൾ തരല്ലേ അല്ലാ. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദനയുണ്ട് റഹ്മാനെ. പടച്ചവരെ ശിഫയാക്ക് റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. പടച്ചവനെ, ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതമാക്കല്ലേ അല്ലാ. ഞങ്ങൾ മരിക്കാൻ വേണ്ടി ഞങ്ങളുടെ കുടുംബത്തെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുന്നതിന് വേണ്ടി അവർ ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റഹ്മാനെ. ഞങ്ങളുടെ അവസാനം നീ നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ അവസാനം നീ നന്നാക്കണേ അല്ലാ. പടച്ചവനെ, ഷഹാദത്ത് കലിമ പറയാ ഞങ്ങളുടെ നാവിന് ശക്തി നൽകണേ അല്ലാ. ശൈത്താന്റെ ചതിയിൽ നിന്ന് കാക്കണേ അല്ലാ. ശൈത്താന്റെ ചതിയിൽ നിന്ന് കാക്കണേ അല്ലാ. മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിച്ചു പോകുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. മയ്യത്ത് കാണുന്നവർ പേടിച്ചു പോകുന്ന മരണം തരല്ലേ അല്ലാ. അല്ലാഹുവേ, 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ.
തൗബ ചെയ്യാതെയുള്ള മരണം തരല്ലേ അല്ലാ. തൗബ ചെയ്തിട്ട് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. കടങ്ങളൊക്കെ തീർത്തു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവരെ, ഇവിടുത്തെ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അൽ ഉലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. ഈ ഉപ്പമാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഈ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. നിന്നെ മറക്കുന്നവരാക്കല്ലേ അല്ലാ. നിന്നെ മറക്കുന്നവരാക്കല്ലേ അല്ലാ. മഹാന്മാരെ ഇഷ്ടപ്പെടുന്നവരാക്കണേ അല്ലാ. ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നവരാക്കണേ അല്ലാ. അവരുടെ തർബിയത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവരുടെ കാവല് നൽകണേ അല്ലാ. അല്ലാഹുവേ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള മരണം ഞങ്ങൾക്ക് തരല്ലേ നാഥാ. ജനങ്ങളെ കാണിക്കാതെ കബറടക്കുന്ന അവസ്ഥ തരല്ലേ അല്ലാ. ഞങ്ങളുടെ മയ്യത്ത് നമസ്കാരത്തിൽ 100-ൽ കൂടുതൽ ആൾക്കാർ പങ്കെടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കൾക്ക് വാപ്പയില്ലാതാക്കല്ലേ റബ്ബേ. ജീവിച്ച് കൊതി തീർന്നിട്ടില്ല നാഥാ. ഞങ്ങളുടെ ഭാര്യ നീ വിധവയാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവെക്കല്ല റബ്ബേ. അല്ലാഹുവേ, അങ്ങനെ ഒരു പരീക്ഷണം തരല്ലേ അല്ലാ. നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കൈകൾ ലോകത്താരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. കരുണക്കടലായ റബ്ബേ, പ്രവാസികൾ വല്ലാത്ത പ്രയാസത്തിലാണ് റബ്ബേ. അവർക്ക് സമാധാനം നൽകണേ അല്ലാ. ജോലിയിൽ സ്ഥിരത നൽകണേ അല്ലാ. മണിക്കൂറുകളായിട്ട് ഈ ദുആയിക്ക് ഒരാമീൻ പറയാൻ കാത്തിരിക്കുന്ന 100 കണക്കിന് പാപങ്ങളുണ്ട് തമ്പുരാനെ. അവരുടെ കണ്ണുകൊണ്ട് മുത്തുനബിയെ കാണാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. കഅബാലയം കാണാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. റൗദാ ശരീഫ് കാണാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. നിന്റെ സ്വർഗം കാണാനുള്ള അവസരം കൊടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അവരുടെ രോഗങ്ങൾ മാറ്റണേ അല്ലാ. അവരുടെ കടങ്ങൾ മാറ്റണേ അല്ലാ. അവരുടെ പ്രതിസന്ധികൾ മാറ്റണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, നിന്റെ പള്ളിക്ക് വേണ്ടി സദക്ക ചോദിക്കുമ്പോൾ അല്ലാഹുവേ, എവിടെയൊക്കെയോ നിന്ന് ഒരുപാട് പേര് സദക്ക ചെയ്യുന്നുണ്ട് തമ്പുരാരെ. സ്വീകരിക്കണേ തമ്പുരാരെ. അവരുടെ ഖൈർ, അവരുടെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിക്കണേ തമ്പുരാരെ. കടങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ തമ്പുരാരെ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ തമ്പുരാരെ. വസ്തുവിന്റെ കച്ചവടങ്ങൾ എളുപ്പത്തിലാക്കണേ തമ്പുരാരെ. അനുയോജ്യരായ വധുവരന്മാരെ നൽകണേ തമ്പുരാരെ. അല്ലാഹുവേ, അജ്മൽ എന്ന സഹോദരൻ നിന്റെ പള്ളിക്ക് വേണ്ടി സദക്ക നൽകിയിരിക്കുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഈ ക്യാമറയുടെ പ്രവർത്തകന്മാരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാരെ. ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാരെ. അല്ലാഹുവേ, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര്, അവർക്ക് മരിക്കുമ്പോൾ ഇതിന്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ തമ്പുരാരെ. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ മഹാന്മാരുടെ ഖബർ സിയാറത്തിന് വേണ്ടി ഇറങ്ങുകയാ അല്ലാ. നീ ഖൈറിലാക്കണേ അല്ലാ. നീ ഞങ്ങൾക്ക് കാവല് നൽകണേ അല്ലാ. അമീർ നീയാകണേ അല്ലാ. എല്ലാവിധ വഴികളും തുറക്കണേ അല്ലാ. എല്ലാ മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. മഹാന്മാരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ ദുആയ കബൂലാക്കണേ തമ്പുരാരെ. സ്വീകരിക്കണേ തമ്പുരാരെ. അല്ലാഹുവേ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ, ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാരെ. അല്ലാഹുവേ, എൻ്റെ കുടുംബത്തിലൊരു സഹോദരി പടച്ചവനെ പട്ടി കടിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിലാ റബ്ബേ. ആ പൊന്നു പെങ്ങൾക്ക് നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. സമാധാനം കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. പടച്ചവനെ, ഒരു പ്രയാസവും വരുത്തല്ല റബ്ബേ. സമാധാനം നൽകണേ അല്ലാ. കരുണ കാണിക്കണേ അല്ലാ. പടച്ചവനെ, വിപത്തുകളെ തൊട്ട് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ തമ്പുരാരെ. അല്ലാഹുവേ, എൻ്റെ പിതാവിൻ്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ഉമ്മയ്ക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ.
കൂടപ്പിറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ എൻ്റെ ഭാര്യയുടെ ഉപ്പാട മണ്ണറ മണിയറയാക്കണേ അല്ലാ. മായ്ക്കും കൂടപ്പിറപ്പുകൾക്കും ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ സ്വർഗത്തിലും ഞങ്ങളെ ജോഡികളാക്കണേ അല്ലാ. എൻ്റെ പൊന്നുമക്കൾ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. ഈ ശബ്ദം നിലനിർത്തി തരണേ റബ്ബേ, അഹങ്കാരം തരല്ലേ അല്ലാ. പടച്ചവനെ നിന്നോട് ഒരുപാട് നന്ദികേട് കാണിച്ചവനാ അല്ലാ. നീ എനിക്ക് പുറത്തു തരണേ തമ്പുരാനെ. എൻ്റെ രോഗങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ. ഒരവസരം നൽകണേ തമ്പുരാനെ. ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം തരണേ അല്ലാ. വെറും വഅദ് പറയുന്നവനാക്കല്ലേ അല്ലാ. വഅദ് പറഞ്ഞ് ജനങ്ങളെ നന്നാക്കിയിട്ട് നരകത്തിൽ പോകുന്നവനാക്കല്ലേ അല്ലാ. എന്ത് ചെയ്താലും ഇഖ്ലാസ് തരണേ അല്ലാ. ഇഖ്ലാസ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഈ ദുആയെ നീ കബൂലാക്കണേ അല്ലാ. ഈ ജമാഅത്തിന്റെ പരിപാലന സമിതിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അനുഗ്രഹിക്കണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. ഒരുപാട് പാവങ്ങൾ ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട് റഹ്മാനെ. അവരുടെ ഖബർ നീ വിശാലമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്കാർക്കും നീ വൈറസ് രോഗം നൽകല്ലേ അല്ലാ. നിന്റെ കാവല് നൽകണേ അല്ലാ. ഈ പള്ളി ഞങ്ങൾ കാരണം അടച്ചിടേണ്ട ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. ഈ ദുആയെ സ്വീകരിക്കണേ നാഥാ. ഇത് അവസാന ദുആക്കല്ലേ അല്ലാ. ഇത് അവസാന രാത്രിയാക്കല്ലേ അല്ലാ. ഇത് അവസാന മജ്ലിസാക്കല്ലേ അല്ലാ. ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു നാളെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ അല്ലാ. തൗബയാക്കണേ റബ്ബേ. തൗബയാക്കണേ പടച്ചവനെ. ഈ പള്ളിയുടെ പണി നീ എളുപ്പത്തിലാക്കണേ അല്ലാ. ഒരു തടസ്സവും വരുത്തല്ലേ അല്ലാ. എല്ലാ വഴികളും തുറക്കണേ അല്ലാ. പടച്ചവനെ സ്വന്തം കൈകൊണ്ട് ആയത്തുൽ കുർസി എഴുതി തന്ന പൊന്നുമോൾക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. സ്വർഗം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ ഇവിടെ ക്ലാസ്സിൽ വരുന്ന എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കുന്ന കുടുംബത്തിന് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ റഹ്മാനെ. നിന്റെ കാവല് നൽകണേ റഹ്മാനെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أرحم الرحيമായ അല്ലാഹ്. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ 3.4 ലക്ഷം സ്വലാത്ത് പറഞ്ഞവരാ റഹ്മാനെ. അവരനുഗ്രഹിക്കണേ തമ്പുരാനെ. അതിൻ്റെ വെളിച്ചം അവരുടെ ജീവിതത്തിൽ കൊടുക്കണേ റഹ്മാനെ. അതിനുവേണ്ടി കഷ്ടപ്പെട്ടവരുടെ പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാനെ. മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാൻ അവർക്കും ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് ഇനി വെള്ളിയാഴ്ച രാത്രി കേട്ടോ ഇൻഷാ അല്ലാഹ്.